പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ICS പ്രവർത്തകന്മാർ അണിയിച്ചൊരുക്കുന്ന ചുരുക്കം ചില കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ട്, ബുർദ മജ്‌ലിസ്, കഥാപ്രസംഗം തുടങ്ങി വിവിധ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. കലാപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഉനൈസ് കുമ്മങ്കോട്, സയ്യിദ് AP അരൂര്, സാദിഖ് പുറമേരി, സൽമാൻ ദാറാനി കണ്ണൂർ ആൻഡ് ഉബൈദ് CK. طلع البدر علينا من ثنيات الوداع جب الشكر علينا وداع لله طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دار نبينا ثوب عيزي بعد تلفيق النقاع أنت في الكل جميل وجمال يا مطاع ورضعنا ثدي واسلم قبل أيام رضاع ربنا صل على من حل بخير اللقاء طلع البدر علينا طلع البدر علينا طلع البدر علينا طلع البدر علينا من ثنيات الوداع من ثنيات الوداع طلع البدر علينا 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 من ثنيات الوداع وجب الشكر علينا ما دعا لله داعي طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي الله 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 ബദറുത്തമമായ സ്വർഗത്തികവാതിൽ നബിയുള്ള സൗഭാഗ്യത്തിനാണല്ലോ ബദറുത്തമമായ സ്വർഗത്തികവാതിൽ നബിയുള്ള സൗഭാഗ്യത്തിനാണല്ലോ കുതിരത്തോടെയോന്റെ അന്ത്യരസൂലായി കുതിരത്തോടെയോന്റെ അന്ത്യരസൂലായി
പരിമളം തൂകി നിറഞ്ഞുവല്ലോ ബദറുത്തമമായ സ്വർഗത്തികവാതിൽ നബിയുള്ള സൗഭാഗ്യ തേനാണല്ലോ ഇരുളാർന്നോരി മണ്ണിൽ ഇസ്ലാമിൻ സീനത്ത് പരിപൂർണമാക്കിയ കാമിൽ നബി ഇരുളാർന്നോരി മണ്ണിൽ ഇസ്ലാമിൻ സീനത്ത് പരിപൂർണമാക്കിയ കാമിൽ നബി നസിഹത്ത് പറഞ്ഞതും സലാമത്ത് ചൊരിഞ്ഞതും നസിഹത്ത് പറഞ്ഞതും സലാമത്ത് ചൊരിഞ്ഞതും ആഖിറുൽ അംബിയാ നൂറാണി ബദറുത്തമമായ സ്വർഗത്തികവാതിൽ നബിയുള്ള സൗഭാഗ്യ തേനാണല്ലോ ബദറിൻ സ്വഹാബത്തിൻ അറഫാം കലിമത്തിൻ കുളിരണം ചാർത്തിയ ഹാമീം നബി ബദറിൻ സ്വഹാബത്തിൻ അറഫാം കലിമത്തിൻ കുളിരണം ചാർത്തിയ ഹാമീം നബി ശഫാഅത്ത് അരുളിടും തെളിനീർ പകർന്നിടും ശഫാഅത്ത് അരുളിടും തെളിനീർ പകർന്നിടും ആദരവായൊരു നൂറാണി ബദറുത്തമമായ സ്വർഗത്തികവാതിൽ നബിയുള്ള സൗഭാഗ്യ തേനാണല്ലോ ബദറുത്തമമായ സ്വർഗത്തികവാതിൽ നബിയുള്ള സൗഭാഗ്യ തേനാണല്ലോ കുതിരത്തുടയോന്റെ അന്ത്യരസൂലായി പരിമളം തൂകി പിറന്നോവല്ലോ ബദറുത്തമമായ സ്വർഗത്തികവാതിൽ നബിയുള്ള സൗഭാഗ്യ തേനാണല്ലോ അടുത്തൊരു ഗാനവുമായി സയ്യിദ് എബി അരൂർ. അല്ലാഹുദേയ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ റാഹിമും നീ റാസിഖും നീ പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ അല്ലാഹുദേയ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ റാസിഖും നീ റാഹിമും നീ പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ അല്ലാഹുദേയ ആരാധ്യനേ കരയിലും കടലിലും വിണ്ണിൽ കതിരിടും നിൻ കതിറ് കാണുന്നു നിന്നയൻ കണ്ണിൽ കരളിനുള്ളിൽ നിൻ മദ്ഹ് ആയിരം നാവിനാൽ വാഴ്ത്തിയാലും തിരുല നിൻ പൊലിവ് ആയിരം പുറങ്ങളിൽ
രാപ്പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരീശകൾ. അല്ലാഹുദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാസിഖും നീ റാഹിമും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാഹുദേയ ആരാധ്യനേ. ഫജ്റിന്റെ തുടിപ്പിലും കാണാം പരനെ കര വിരുദേ. മഗ്രിബിൻ കവിളിലും കാണാം മായാത്ത നിറവ്. വാനിൽ വിധാനിച്ച താരകപ്പൂക്കൾ, വലിയവനെ നിൻ തെളിവ്. കുഞ്ഞെന്ന വാക്കാൽ എല്ലാം പടച്ചോനെ, കാരുണ്യ പൂങ്കതിർവീശനെ. അല്ലാഹുദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാസിഖും നീ റാഹിമും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാഹുദേയ ആരാധ്യനേ. അടുത്തതായി സാദിഖ് പുറമേരി മറ്റൊരു ഗാനവുമായി. സുമമിൽ മധുവിനുറവ് പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനം സുബ്ഹാനവന് സർവസ്തുതിയും. സുബ്ഹാനവന് സർവസ്തുതിയും. രാഗങ്ങൾ എൻ രാഗങ്ങൾ, മോഹങ്ങൾ നവമോഹങ്ങൾ. രാഗങ്ങൾ എൻ രാഗങ്ങൾ, മോഹങ്ങൾ നവമോഹങ്ങൾ. അല്ലാ നിന്നോട് മാത്രം, അല്ലാ അല്ലാ നിന്നോട് മാത്രം, അല്ലാ നിന്നോട് മാത്രം, അല്ലാ അല്ലാ നിന്നോട് മാത്രം. സുമമിൽ മധുവിനുറവ് പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനം അല്ലാഹുവിന്റെ സർവസ്തുതിയും. അല്ലാഹുവിന്റെ സർവസ്തുതിയും. നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു. അല്ലാ നിന്റെ ഇഷ്ട ദാസരമണ്ണിൽ സമ്മാനിക്കുന്നു. അല്ലാ അല്ലാ യാ അല്ലാ, അല്ലാ അല്ലാ യാ അല്ലാ. നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു. അല്ലാ നിന്റെ ഇഷ്ട ദാസരമണ്ണിൽ സമ്മാനിക്കുന്നു. നിന്തിരുമുമ്പിൽ കൈകൾ ഉയർത്തി തേടിടുന്നല്ലാ, നിന്റെ പിരിച്ച പൂങ്കാവനവിൽ ചേർത്തിടാനല്ലാ. വിധിയേകൂ റഹ്മാനേ, വിജയം താ സുബ്ഹാനേ. വിധിയേകൂ റഹ്മാനേ, വിജയം താ സുബ്ഹാനേ. വിജയം താ സുബ്ഹാനേ. രാഗങ്ങൾ എൻ രാഗങ്ങൾ, മോഹങ്ങൾ നവമോഹങ്ങൾ. രാഗങ്ങൾ എൻ രാഗങ്ങൾ,
സൂര്യചന്ദ്രനുവാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനാം അല്ലാഹുവിന്റെ സർവസ്തുതിയും സുബ്ഹാനവന്റെ സർവസ്തുതിയും രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ നവമോഹങ്ങൾ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ നവമോഹങ്ങൾ അല്ലാ നിന്നോടു മാത്രം അല്ലാ അല്ലാ നിന്നോടു മാത്രം അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം സുമമിൽ മധുവിന്നുറവ് പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനാം സുബ്ഹാനവന്റെ സർവസ്തുതിയും സുബ്ഹാനവന്റെ സർവസ്തുതിയും അടുത്തതായി സൽമാൻ ദാറാനി കണ്ണൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദേശങ്ങൾ തേടി അലന്നവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ദേശങ്ങൾ തേടി അലന്നവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൽ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ. സൂര്യനുദിക്കാൽ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ. ദേശങ്ങൾ തേടി അലന്നവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ഈന്തപ്പനയോലം ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു. ജീവിതം ആനബിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു. ഈന്തപ്പനയോലം ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു. ജീവിതം ആനബിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു. ചുടുമണലിൻ വിലപിച്ചു ഹബീബരെ സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്നു റസൂലരെ അവരറിയും. ചുടുമണലിൽ വിലപിച്ചു ഹബീബരെ സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്നു റസൂലരെ അവരറിയും. സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയ വെൺമുകിലേ സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലയൂതിയ രാസ്വഹബ്. സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയ വെൺമുകിലേ സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലയൂതിയ രാസ്വഹബ്. അനുപമ താരസമാരർ സാത്വികരെ ദേശങ്ങൾ തേടി അലന്നവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ
തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൽ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവർ. ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയൊരമ്പുകളെ ദേഹിയാലിന്നോരി ദേഹം വെടിഞ്ഞവ ധീരശഹീദുകളെ. ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയൊരമ്പുകളെ ദേഹിയാലിന്നോരി ദേഹം വെടിഞ്ഞവ ധീരശഹീദുകളെ. ബദറുഹുദിൻ ശരമാലയിലവരുതിയ ശുഭകഥകളിലെ ബദറുഹുദിൻ ശരമാലയിലവരുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലേകി ഹബീബിനെ കവചമിടുന്നവരെ. നായിക താണ്ടി നാഥന് വേണ്ടിയവർ നിറവേറ്റിയ നന്മകളെ നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരുണ്ടവർ. അതിശയരാം സ്വഹബാക്കൾ സ്വാതികര് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ. നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൽ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവർ. സൂര്യനുദിക്കാൽ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവർ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. അടുത്തതായി ഒരു സംഘഗാനമാണ് അവതരിപ്പിക്കുന്നത്. ഒരൈസ് കുമ്മങ്കോട്, സാദിഖ് പുറമേരി, സയ്യിദ് എ പി അരൂര്. ഒന്ന് രണ്ട് പരിപാടികൾക്ക് ശേഷം കഥാപ്രസംഗത്തിലേക്ക് കടക്കുന്നതാണ്. കഥാപ്രസംഗം കഴിഞ്ഞ ഉടനെ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ത്വൽഹത്തി വഹബി പ്രമേയ പ്രഭാഷണം നടത്തുന്നതാണ്. മുഴുവൻ ആളുകളെയും ഈ സദസ്സിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഹലോ 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 യാ വാഹിദേ യാ മാജിദേ യാ ഖാദിറേ യാ നാസിറേ അല്ലാഹു യാ റഹ്മാൻ അല്ലാഹു യാ സുബ്ഹാൻ അൽഹംദുലില്ലാഹി യാ റഹീം അൽ മലികുൽ അദീം അല്ലാഹു യാ റഹ്മാൻ അല്ലാഹു യാ സുബ്ഹാൻ അൽഹംദുലില്ലാഹി യാ റഹീം അൽ മലികുൽ അദീം
യാ വാഹിദേ യാ മാജിദേ യാ ഖാദിറേ യാ നാസിറേ യാ വാഹിദേ യാ മാജിദേ യാ ഖാദിറേ യാ നാസിറേ ഇസ്മുല്ലഅ്ലം പാടി നേടിടാ ഈ സുഹൃതം ചൊല്ലിടോ ഇസ്മുല്ലഅ്ലം പാടി നേടിടാ ഈ സുഹൃതം ചൊല്ലിടോ അല്ലാഹു യാ റഹ്മാൻ അല്ലാഹു യാ സുബ്ഹാൻ അൽഹംദുലില്ലാഹി യാ റഹീം അൽ മലികുൽ അലീം മുഅ്മിൻ മുഹൈമിനവർ മാലിക് മുൽക്കിലവർ മുഖ്സിതു ജാമിഅനേ മുഅ്മിൻ മാനീനേ മുഅ്മിൻ മുഹൈമിനവർ മാലിക് മുൽക്കിലവർ മുഖ്സിതു ജാമിഅനേ മുഅ്മിൻ മാനീനേ യാ വാഹിദേ യാ മാജിദേ യാ ഖാദിറേ യാ നാസിറേ യാ വാഹിദേ യാ മാജിദേ യാ ഖാദിറേ യാ നാസിറേ ഇസ്മുല്ലഅ്ലം പാടി നേടിടാ ഈ സുഹൃതം ചൊല്ലിടോ ഇസ്മുല്ലഅ്ലം പാടി നേടിടാ ഈ സുഹൃതം ചൊല്ലിടോ യാ വാഹിദേ യാ മാജിദേ യാ ഖാദിറേ യാ നാസിറേ അല്ലാഹു യാ റഹ്മാൻ അല്ലാഹു യാ സുബ്ഹാൻ അൽഹംദുലില്ലാഹി യാ റഹീം അൽ മലികുൽ അലീം അല്ലാഹു യാ റഹ്മാൻ അല്ലാഹു യാ സുബ്ഹാൻ അൽഹംദുലില്ലാഹി യാ റഹീം അൽ മലികുൽ അലീം അടുത്തതായി കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന കലാമത്സരങ്ങളിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗാനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഉനൈസ് കുറുമങ്കോട്. അതിനെ തൊട്ട് മുമ്പായി അനുഗ്രഹീത കലാകാരൻ റഹീം മുഹമ്മദ് ഘട്ടം ഗാനം ആലപിക്കുന്നു. ഹലോ 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 ഒരുപാട് നല്ല ഗാനങ്ങൾ പാടുമ്പോൾ ഒരു തരികിട ഗാനവുമാണ്. അതുകൊണ്ട് സ്റ്റേജിലേക്ക് വന്നതാണ്. തെറ്റുകളുണ്ട്, ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിക്ക് ചിക്ക് ദുൽ ദുൽ ചിക്ക് ചിക്ക് ദുൽ 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 കുതിര ദുൽ ദുൽ കുതിര
കുതിര കുളം പടി കേൾക്കും പരിപാവനമാം മണ്ണ് ദുൽഫുക്കാറിൻ മാറ്റൊലിയെന്നും കേട്ടുണരുന്നൊരു വിണ്ണ് ദുൽ കുതിര ചിക്ക് ചിക്ക് ദുൽ കുതിര ദുൽ കുതിര ധീരബിലാലിൻ പാങ്കൊലിയാലെ പുളകം കൊണ്ടൊരു നാട് ജീവിതമാം മണിമുത്ത് മുഹമ്മദ് വന്നൊരു പൂമണൽ കാട് ജീവിതമാം മണിമുത്ത് മുഹമ്മദ് വന്നൊരു പൂമണൽ കാട് ചിക്ക് ചിക്ക് ദുൽ കുതിര സത്യത്തിൻ തിരുഫജ്ർ തെളിഞ്ഞൊരു സുന്ദര ഭൂമിയിലല്ലേ ഉത്തമമാമൊരു പരിശുദ്ധതയുടെ കേദാരം ഇവിടല്ലേ ചിത്തിരമുത്ത് റസൂലൊളിവായൊരു മഹിമ പൂമണിയല്ലേ ഒത്തിരി വീരചരിത്രമുറങ്ങും പോരിശമാം പതിയല്ലേ ചിക്ക് ചിക്ക് ദുൽ കുതിര ചിക്ക് ചിക്ക് ദുൽ കുതിര കുളമ്പടി കേൾക്കും പരിപാവനമാം മണ്ണ് ദുൽഫുക്കാറിൻ മാറ്റൊലിയെന്നും കേട്ടുണരുന്നൊരു വിണ്ണ് സഫാ മറുവയിൽ ഇസ്മായിലിൻ രോദനം കേൾക്കുന്നില്ലേ ഹാജറ ബീവിതൻ കാലടി പാടുകൾ ഇന്നും കാണുന്നില്ലേ സഫാ മറുവയിൽ ഇസ്മായിലിൻ രോദനം കേൾക്കുന്നില്ലേ ഹാജറ ബീവിതൻ കാലടി പാടുകൾ ഇന്നും കാണുന്നില്ലേ നിറയുടെ നേരാമലയുടെ സംസ കിണറും ഇന്നൊളിവല്ലേ നിറയുടെ മേലാമലയുടെ സംസ കിണറും ഇന്നൊളിവല്ലേ ഇറയവൻ തന്നുടെ തിരുകുതിരത്തുകൾ കാട്ടിയതാം തെളിവല്ലേ ദുൽ കുതിര ചിക്ക് ചിക്ക് ദുൽ കുതിര കുളമ്പടി കേൾക്കും പരിപാവനമാം മണ്ണ് ദുൽഫുക്കാറിൻ മാറ്റൊലിയെന്നും കേട്ടുണരുന്നൊരു വിണ്ണ് ധീരബിലാലിൻ ബാങ്കൊലിയാലെ പുളകം കൊണ്ടൊരു നാട് ജീവിതമാം മണിമുത്ത് മുഹമ്മദ് വന്നൊരു പൂമണക്കാട് ബദറും മുഹദും മുനൈനിലും ചെഞ്ചോരക്കറയില്ലേ രുചിതം കൊണ്ട് ചരിത്രം എഴുതിയ പൂരിതമാം നാടല്ലേ ആരാധനക്കായി ആദ്യമുയർത്തിയ കഅബാലയം കണ്ടില്ലേ ഇബ്രാഹീമിൻ കൈകൾ പണിതൊരു പുണ്യപൂതിയിടല്ലേ ദുൽ കുതിര കുളമ്പടി കേൾക്കും പരിപാവനമാം മണ്ണ് ദുൽഫുക്കാറിൻ മാറ്റൊലിയെന്നും കേട്ടുണരുന്നൊരു വിണ്ണ്. സ്നേഹമുള്ളവരെ, മലർവാടിയുടെ മഞ്ചകത്തിൽ നിന്നും മുതിർന്നു വീകുന്ന തേനൂറും മധുരസ്വരത്തിന് സമാനമാടിക്കൊണ്ട് ഉത്തമ ഗുരു ICS ഖത്തർ ചാപ്റ്റർ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള മീലാദ് നബിയുടെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം നമ്മുടെ വേദിയിൽ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് പ്രിയങ്കരനായ ICSന്റെ പ്രഗത്ഭനായ പ്രവർത്തകന്മാർ അണിഞ്ഞൊരുക്കുന്ന കഥാപ്രസംഗം ഈ വേദിയിൽ അരങ്ങ് തകർക്കുന്നു. നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കഥാപ്രസംഗത്തിന് തൊട്ടു മുമ്പായി മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗാനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഉനൈസ്. ഹലോ 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 ഹലോ
സുഹൃബത്തൂൽ ദാക്കിയറാദിയ ശജറുകൾ തരമായി സലാമിന്റെ സുഹൃതം തരുങ്കൊരു ശരഫോടെ നിധി മതി സന്തോഷ പൊന്തരുൾ ചന്തം മുന്തിര സുന്ദരി ചന്ദ്ര ശോഭി സൂരപ്പൊരുൾ കസുറായി അഹമ്മദ് പുണർന്ന് സുഗന്ധ് വള്ളി മികഴ്ന്ന് പുകഴ്ന്ന് കന്നി പരന്തന്നെ ബിക്കിംബം ഫാത്തിമത്ത് സുഹൃറായി മെച്ചമുള്ള ക്ഷണോ വെച്ചൊരു റോജ മിക മിക തീക തീക സഖി അലി ഹോജ തരുൾ തരുൾ ബുശിറായി നബി തൻ പൊരുൾ മകൾ സുഹൃബത്തൂൽ സാക്കിയ റാദിയ ശജറുകൾ തരമായി സലാമിന്റെ സുഹൃതം താരും ഗുരു ശരഫുടെ നിധി മതി സന്തോഷ പൊന്തരുൾ ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൗരപ്പൊരുൾ കസുറാ മഹിന കരളിന്റെ കഷണമെന്തരുളിടെ മഹിത തരമത ഉലകിക്കും വെടിപ്പെടെ തരപ്പൽ മതവീതി തരുന്തീലടി മുടി തിരുഗുരുകവരാൽ പുകൾ മഹിള മുത്തു സജൂതിയിലാണ്ടേ പിത്തണ കെട്ടോ നിന്റെ ഒട്ടക്കുടലമതുണ്ടേ ശിരമീലിട്ടേ മുത്തു സജൂതിയിലാണ്ടേ പിത്തണ കെട്ടോ നിന്റെ ഒറ്റക്കുടലമതുണ്ടേ ശിരമീലിട്ടേ നവർത്തും നടപടി എതിർത്ത് അടിമൊടി എതിർത്ത് വികൃതമേ കടത്തിടലായി പടച്ചട്ട പൂരത്തിട്ടേ പടച്ചട്ട പൂരത്തിട്ട് പുതുമാരൻ ചമഞ്ഞിട്ട് പടുത്ത് കൂടിടലായി അലിപൊലി ഭുവിക്കിണങ്ങുവതായി സുഹൃബത്തൂൽ സാക്കിയ റാദിയ ശജറുകൾ തരമായി സലാമിന്റെ സുഹൃതം താരും ഗുരു ശരഫുടെ നിധി മതി സന്തോഷ പൊന്തരുൾ ചന്ത മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൂരപ്പൊരുൾ കസുറാ ഉത്തമ ഗുരു എന്ന പ്രമേയത്തിൽ ICS ഖത്തർ കമ്മിറ്റി സംഘടിപ്പിച്ച മീലാദ് സംഗമത്തിലെ കഥാപ്രസംഗ പരിപാടി വേദിയിൽ ഉടൻ ആരംഭിക്കുകയാണ്. കാതികൻ ഉബൈദ് കുമ്പകോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി വേദിയിൽ ഉടൻ ആരംഭിക്കുകയാണ്. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാശിയേറിയ കലാമത്സര പരിപാടിയുടെ അവസാന മത്സര ഫൈനൽ പോയിന്റ് നില ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ പ്രഖ്യാപിക്കുമെന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനനായ ഉസ്താദുമാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരിമാരെ, ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ റസൂലിന്റെ മദ്ഹ് പാടാനും കേൾക്കാനും ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഖത്തർ ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റി അഥവാ ICS ഖത്തർ നബിദിനാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വിവിധ പരിപാടികളുടെ സമാപനത്തിലാണ് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നത്. കഥാപ്രസംഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി നല്ലൊരു മദ്ഹ് ഗാനത്തോടു കൂടി നമുക്ക് കഥയിലേക്ക് കടക്കാം.
ലോകപ്രവാചക തിരുനബിയേ സയ്യിദേ ത്വാഹ റസൂലേ പരിപ്രകാശത്തിൻ ശറഫൊളിയേ അഹ്മദേ മുഖ്താർ ഹബീബേ ലോകപ്രവാചക തിരുനബിയേ സയ്യിദേ ത്വാഹ റസൂലേ പരിപ്രകാശത്തിൻ ശറഫൊളിയേ അഹ്മദേ മുഖ്താർ ഹബീബേ തൗഹീദ് മന്ത്രങ്ങളെ രാജ തൗഫീഖ് ഭൂമിതൽ മികണ്ട ഖാജ തൗഹീദ് മന്ത്രങ്ങളെ രാജ തൗഫീഖ് ഭൂമിതൽ മികണ്ട ഖാജ മുർസൽ ജഗനിധി ത്വാഹ റസൂലേ മുസ്തഫ സയ്യിദരേ മുർസൽ ജഗനിധി ത്വാഹ റസൂലേ മുസ്തഫ സയ്യിദരേ ലോകപ്രവാചക തിരുനബിയേ സയ്യിദേ ത്വാഹ റസൂലേ പരിപ്രകാശത്തിൻ ശറഫൊളിയേ അഹ്മദേ മുഖ്താർ ഹബീബേ കൽബ് നൊന്ത് വെന്തവർക്കും ഉള്ളിൽ വെമ്പും പാപികൾക്കും ആഖിറം തണലാക്കി നല്ല ശംസൊളി പോൽ ഖാതിമോരെ കൽബ് നൊന്ത് വെന്തവർക്കും ഉള്ളിൽ വെമ്പും പാപികൾക്കും ആഖിറം തണലാക്കി നല്ല ശംസൊളി പോൽ ഖാതിമോരെ ത്വാഹ റസൂലരേ ഹമീം വലിയരേ ത്വാഹ റസൂലരേ ഹമീം വലിയരേ صل عليك الله سلم سلاما حب إليك يا خير الأنام صل عليك الله سلم سلاما حب إليك يا خير الأنام عالمي തണലായി വന്ന അഹ്ലു ബൈത്തിൻ സയ്യിദോരേ ആലമിൽ തണലായി വന്ന അഹ്ലു ബൈത്തിൻ സയ്യിദോരേ ലോകപ്രവാചക തിരുനബിയേ സയ്യിദേ ത്വാഹ റസൂലേ പരിപ്രകാശത്തിൻ ശറഫൊളിയേ അഹ്മദേ മുഖ്താർ ഹബീബേ പുഞ്ചിരി പൂച്ചെണ്ട് പോലെ മന്ദിരി പിൻറൂഹ് പോലെ അന്തിമാന ചന്ദ്രനെ മുത്തും തങ്ക മുർസലോരെ പുഞ്ചിരി പൂച്ചെണ്ട് പോലെ മന്ദിരി പിൻറൂഹ് പോലെ അന്തിമാന ചന്ദ്രനിൽ മുന്തും തങ്ക മുർസലോരെ യാസീൻ റസൂലരേ ഹമീം മുസമ്മിലേ യാസീൻ റസൂലരേ ഹമീം മുസമ്മിലേ صل عليك الله سلم سلاما حب إليك يا خير الأنام صل عليك الله سلم سلاما حب إليك يا خير الأنام عالمي തണലായി വന്ന അഹ്ലു ബൈത്തിൻ സയ്യിദോരേ ആലമിൽ തണലായി വന്ന അഹ്ലു ബൈത്തിൻ സയ്യിദോരേ ലോകപ്രവാചക തിരുനബിയേ സയ്യിദേ ത്വാഹ റസൂലേ പരിപ്രകാശത്തിൻ ശറഫൊളിയേ അഹ്മദേ മുഖ്താർ ഹബീബേ ലോകപ്രവാചക തിരുനബിയേ സയ്യിദേ ത്വാഹ റസൂലേ പരിപ്രകാശത്തിൻ ശറഫൊളിയേ അഹ്മദേ മുഖ്താർ ഹബീബേ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട ചരിത്രത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ദൗത്യം. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചരിത്രം ഖൈബറിന്റെ ചരിത്രമാണ്. സർവശക്തന് സകല സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കഥയിലേക്ക് കടക്കുകയാണ്.
സമതായവനെ അഖിലവും പോറ്റും യാ സുബ്ഹാനേ അഗതായവനെ സമതായവനെ അഖിലവും പോറ്റും യാ സുബ്ഹാനേ കഥയോദാൻ സദയം ഞങ്ങൾ തൗഫീഖേകി അരുളിടണേ ഈ കഥയോദാൻ സദയം ഞങ്ങൾ തൗഫീഖേകി അരുളിടണേ അഗതായവനെ സമതായവനെ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ഖൈബർ മദീനയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഖൈബർ പ്രദേശം. ഖൈബർ പ്രദേശത്തെ പറ്റി പറയുമ്പോൾ ഏറെ സുന്ദരമായ വയലോലകളുള്ള ഒരു രാജ്യമാണ് ഖൈബറിന്റെ രാജ്യം. ഖൈബർ ഈത്തമരം വാഴും നാടാണ്, കാരക്ക കാഴ്ക്കണ നാടാണ്, ഗോതമ്പ് പകലിൻ സുവനം തൻ മശഹൂറും ഖൈബർ നാടാണ്. ഈത്തമരം വാഴും നാടാണ്, കാരക്ക കാഴ്ക്കണ നാടാണ്, ഗോതമ്പ് പകലിൻ സുവനം തൻ മദ്ഹൂറും ഖൈബർ നാടാണ്. രാജമുറകിബ് വാണിടും നാൾ, രാജമനീതിയിൽ മുങ്ങിടും നാൾ, മാന്യർ നബി മഹമൂദവരിൽ എതിരായി നീങ്ങി പട പൊരുതാൻ. രാജമുറകിബ് വാണിടും നാൾ, രാജമനീതിയിൽ മുങ്ങിടും നാൾ, മാന്യർ മഹമൂദവരിൽ എതിരായി നീങ്ങി പട പൊരുതാൻ. ഈത്തമരം വാഴും നാടാണ്, കാരക്ക കായ്ക്കണ നാടാണ്, ഗോതമ്പ് വയലിൻ സുവനം തൻ മശ്ഹൂറും ഖൈബർ നാടാണ്. അതെ, ഖൈബർ എന്ന പ്രദേശം ഏറെ വയലോലകൾ നിറഞ്ഞ അതിസുന്ദരമായ ഒരു പ്രദേശമാണ് ഖൈബർ എന്ന പ്രദേശം. ഈത്തപ്പനത്തോട്ടങ്ങൾ കൊണ്ട് വളരെ വിശാലമായ രീതിയിലുള്ള ഈത്തപ്പനത്തോട്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഖൈബറിന്റെ പ്രദേശം. ആ ഖൈബർ രാജ്യം ഭരിക്കുന്നത് മുറഹിബ് രാജാവാണ്. മുറഹിബ് രാജാവ് ഒരു ദിവസം തന്റെ പ്രജകളെയൊക്കെ വിളിച്ചു ഒരു യോഗം ചേർന്നു. എല്ലാ ആളുകളെയും ആ യോഗത്തിലേക്ക് വിളിച്ചു. ആ ഡോറിന്റെ അകത്തുള്ള ആളുകൾ മാറിക്കൊടുക്കുക, അവിടെ ബേക്കിലത്തെ എൻട്രൻസിലുള്ള ആളുകളൊക്കെ ഒന്ന് മാറി ഒന്ന് ഇങ്ങോട്ട് ഇരുന്ന് കൊടുക്കും. യോഗം തുടങ്ങാനുള്ള സമയം ഇങ്ങനെ ഒരുങ്ങുകയാണ്. ആളുകൾ ഇങ്ങനെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ യോഗം തുടങ്ങിയപ്പോ രാജാവ് മുറഹിബ് അവിടുത്തെ ആളുകളുടായി ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, മദീനയിൽ നിന്ന് കേൾക്കുന്ന വാർത്ത ഏറെ പ്രയാസം നിറഞ്ഞതാണ്. അനുചരം സൈന്യ ദീപന്മാരെ നിങ്ങൾ ഉപദ്രവം കൂടി ഉയരട്ടെ ചേരി ഉലകത്തിൻ നീതി നടത്തുന്ന വ്യാധി അറിയണമേ ഇന്ന് അവസ്ഥാന്തരങ്ങൾ അനുചരം സൈന്യ ദീപന്മാരെ നിങ്ങൾ ഉപദ്രവം കൂടി ഉയരട്ട് ചേതി ഉലകത്തിൻ നീതി നടത്തുന്ന വ്യാധി പനോ കൈനൊക്കാകും ബനുനീർക്കൂടെ ബനു കുറയും തുരത്തിയോർ പാടി ബനു കൈനൊക്കാകും ബനുനീർക്കൂടെ ബനു കുറയും തുരത്തിയോർ പാടി. അതിനാല് നമ്മൾ ഇനി എന്തു ചെയ്യാൻ തുടങ്ങണമെന്ന് പറഞ്ഞിടൂ നിങ്ങൾ.
നിങ്ങൾ അറിയണമേ ഇന്ന് അവസ്ഥാനങ്ങൾ അനുചരം സൈന്യാധിപന്മാര് നിങ്ങൾ ഉപദ്രവം കൂടി ഉയരട്ടെ ചേതി ഉലകത്തിൻ നീതി നടത്തുന്ന വ്യാധി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദീനയിൽ നിന്ന് കേൾക്കുന്ന വാർത്ത ഏറെ പ്രയാസം നിറഞ്ഞ വാർത്തകളാണ്. നമ്മുടെ ആളുകളെ അവിടുന്ന് മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു പുറത്താക്കിയിരിക്കുകയാണ്. അതൊരു സത്യമായിരുന്നു. അവിടെ പ്രവാചകൻ മക്കയിൽ നിന്ന് ഗത്യന്തരമില്ലാതെ മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ പ്രവാചകൻ അവിടെയുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തു. ആ വിളിച്ചു ചേർത്ത കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മുസ്ലിംകളുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. എന്നിട്ട് പ്രവാചകൻ അവരോടായി ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട മദീനക്കാരെ, മദീന നമ്മുടേതാണ്, മദീന നമ്മുടേതാണ്. പ്രവാചകൻ അവിടെ പോയിട്ട് മദീന മുസ്ലിമിൻ്റെതാണെന്ന് പറഞ്ഞിട്ടില്ല, മദീന ജൂതൻ്റെതാണെന്ന് പറഞ്ഞിട്ടില്ല. മദീന നമ്മുടേതാണ്. ഈ മദീനക്ക് നേരെ എന്ത് അക്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിനെ നേരിടേണ്ടത് നമ്മൾ ഒരുമിച്ചാണ്. ഇവിടെ ജൂതനും മുസ്ലിമും ക്രിസ്ത്യാനിയും വേറെ വേറെയല്ല. ഇവിടെ ഒരുമിച്ച് നേരിടേണ്ടത്, മദീനയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ജൂത വംശജരായിട്ടുള്ള ഗോത്രങ്ങൾ റസൂലുള്ളാഹിയെ ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. ഇത് പ്രവാചകൻ മനസ്സിലാക്കിയിട്ടാണ് പ്രവാചകൻ അവരെ മദീനയിൽ നിന്ന് ഈ ജൂത കുടുംബങ്ങളെ ആട്ടി ഓടിച്ചിരുന്നത്. ആ വിഷയമാണ് മുറഹിബ് തന്റെ അനുയായികളോട് സൈന്യത്തിനെ വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞത്. തന്റെ സൈനികരോട് പറയുമ്പോ ഒരു ഭാഗത്ത് ആ ഹാളിന്റെ ഒരു മൂലയിൽ ഒരാൾ ഇങ്ങനെ തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഈ ഹൈബറിന്റെ യുദ്ധത്തെ നയിക്കേണ്ട പടനായകൻ സർവ സൈന്യാധിപനായ മുറത്ത് ബിനു മർവാനായിരുന്നു അവിടെ തലയും താഴ്ത്തിയിരുന്നത്. രാജാവ് ചോദിച്ചു: യാ മുറ, എന്തേ മുറ നിങ്ങൾ ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കുന്നത്? ഇവിടെ മുഹമ്മദിനെ തകർക്കാൻ വേണ്ടി ഒരു യുദ്ധത്തെ പറ്റി ആലോചിക്കുമ്പോൾ നാളെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നയിക്കേണ്ട ആള് നിങ്ങളല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നത്? അപ്പോ ആ സമയത്ത് പിറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു: രാജാവേ, മുറക്ക് പേടിയാണ്, മുറക്ക് മുഹമ്മദിന്റെ പേടിയാണ്. ഇത് കേട്ട ഉടനെ മുറ ഒരൊറ്റ എണീക്കലാണ് എഴുന്നേറ്റ് നിന്ന്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഖന്തക്കിൻ തീരത്തെ നാം ചെന്നു ചേർന്നില്ലേ, എന്നിട്ടുമെന്തായി തോറ്റോടിപ്പോയില്ലേ. ഖന്തക്കിൻ തീരത്തെ നാം ചെന്നു ചേർന്നില്ലേ, എന്നിട്ടുമെന്തായി തോറ്റോടിപ്പോയില്ലേ. അതിനാൽ നാം നേരിട്ട് യുദ്ധം നടത്തേണ്ട, ആദ്യം പറഞ്ഞപ്പോ ചെയ്യാൻ മടിക്കേണ്ട. ഖന്തക്കിൻ തീരത്ത് നാം ചെന്നു ചേർന്നില്ലേ, എന്നിട്ടുമെന്തായി തോറ്റോടിപ്പോയില്ലേ. ഒരൊറ്റ എണീക്കലാണ് മുറത്ത് മർവാൻ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അത് ഹന്തക്കിലെ യുദ്ധത്തിന് പോയ സമയത്ത് നമ്മളൊക്കെ തോറ്റപ്പോ ഓടുന്ന കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ ഓടിയ ആള് നിങ്ങളല്ലേ എന്ന് അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞുകൊണ്ട് മുറത്ത് ബിൻ മർവാൻ പറഞ്ഞു: യുദ്ധത്തിൽ ഞാനില്ല. ഇനിയും മുഹമ്മദിനെതിരായി യുദ്ധം ചെയ്തിട്ട് തോറ്റു വരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രാജാവ് ചോദിച്ചു: അല്ലേ മുറ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ ആളുകളെ മദീനയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു പുറത്താക്കുന്ന സമയത്ത് നമ്മൾ യുദ്ധത്തെ പറ്റി ആലോചിക്കുമ്പോൾ സർവ്വസൈന്യാധിപനായ നിങ്ങൾ
യുദ്ധം വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, യുദ്ധം വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഇനിയും മുഹമ്മദിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ പറ. നമ്മൾ ഈ സമയത്ത് വളരെ തന്ത്രപരമായ രീതിയിൽ മുഹമ്മദിനെ കീഴ്പ്പെടുത്തണം. മുഹമ്മദിനെ മാത്രം കീഴ്പ്പെടുത്തിയാൽ പോരാ, മദീനയുടെ ശക്തമാനെന്നറിയപ്പെടുന്ന മുഹമ്മദിന്റെ അലിയെയും കീഴ്പ്പെടുത്തണമെന്ന് ഈ സർവ്വസൈന്യാധിപൻ രാജാവിനോടായി പറഞ്ഞു. അതെ, എങ്ങനെ ചെയ്യും? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ മുൻഗാമിയായ നമ്മുടെ രാജാവിനെ മുഹമ്മദിന്റെ ആളുകൾ കിടപ്പറയിൽ പോയി കൊന്നിട്ടുണ്ട്. അതേ രീതിയിൽ ഈ മുഹമ്മദിനെയും കൂട്ടരെയും കിടപ്പറയിൽ പോയിട്ട് കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ ആളുകളെ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാ മുറ? അതെങ്ങനെയാ സാധിക്കുക? അതെ, സാധിക്കും. നമ്മളിൽ നിന്നൊരാൾ മദീനയിലേക്ക് പോകുന്നു. മദീനയിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് വ്യാജേന ഇസ്ലാം മതം സ്വീകരിക്കുന്നു. വ്യാജമായ രീതിയിൽ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുഹമ്മദിന്റെ ഏറ്റവും അടുത്ത അനുയായിയായി മാറുന്നു. മുഴുവൻ സമയം മുഹമ്മദിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അവസാനം മുഹമ്മദിന്റെ കിടപ്പറയിൽ കയറി ചെല്ലാൻ കഴിയുന്ന വിധത്തിലേക്ക് മുഹമ്മദുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം മുഹമ്മദിനെയും അലിയെയും വകവരുത്താൻ കഴിയുമെന്ന് സർവ്വസൈന്യാധിപനായ മുറത്ത് ബിൻ മർവാൻ രാജാവിനോട് പറഞ്ഞു. അതെ, നിങ്ങൾ പറയുന്നത് നല്ല തന്ത്രമാണ്, പക്ഷെ അതാര് പോവും? അവിടെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് ഒന്ന് വിശ്രമിച്ചു വരാം. നിങ്ങൾ ആര്യാന്ന് വെച്ചാൽ തീരുമാനിക്കുക. പറ്റുന്ന ഒരാളെ നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്നെ വിളിക്കുക. ആ സമയത്ത് ഞാൻ ഇവിടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് രാജാവ് വിശ്രമത്തിന് വേണ്ടി പോയി. അപ്പോൾ കാര്യം നടക്കണം നമ്മൾക്കായി, അതിനാലെ പോകണം ഉള്ളോരിലോരിന്ന്. കഴിവും തന്റേടവും ഹജ്ജാശാണെന്ന് കരുതി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. കാര്യം നടക്കണം നമ്മൾക്കായി, അതിനായി പോകണം ഉള്ളോരിന്ന്. കഴിവും തന്റേടവും ഹജ്ജാശാണെന്ന് കരുതി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. ആ കൂട്ടത്തിൽ നിന്ന് സർവ്വസൈന്യാധിപൻ തന്നെ ഒരാളെ തിരഞ്ഞെടുത്തു. അത് മറ്റാരുമായിരുന്നില്ല, ഹജ്ജാശിനെ ആയിരുന്നു അന്ന് അവിടെ വെച്ച് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഹജ്ജാശിനെ തിരഞ്ഞെടുത്ത വിവരം സർവ്വസൈന്യാധിപൻ രാജാവിന്റെ അടുത്ത് പോയി പറഞ്ഞു. പ്രിയപ്പെട്ട മുഹറഹിം, നമ്മളൊരാളെ തീരുമാനിച്ചിട്ടുണ്ട്. ആരാണ് അയാൾ? അത് മറ്റാരുമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരനായ ഹജ്ജാശിനെയായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തിരുന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് ഹജ്ജാശിനെയായിരുന്നു. പക്ഷേ ഞാനൊരു തീരുമാനം പറഞ്ഞാൽ അത് ഏകപക്ഷീയമായി പോകുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഹജ്ജാശ് അതിന് തയ്യാറായി. ഹജ്ജാശ് ഇതിന് തയ്യാറായി എന്ന് മാത്രമല്ല, ഹജ്ജാശ് നേരെ പോയത് ഹജ്ജാശിന്റെ വീട്ടിലേക്കാണ്. ഹജ്ജാശിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, മക്കളെയും കൂട്ടി 2-3 ദിവസത്തേക്ക് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. സാധാരണഗതിയിൽ വീട്ടിൽ പോകാൻ സമ്മതിക്കാത്ത ഭർത്താവ് വീട്ടിൽ വന്ന് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു അത്ഭുതം. ഇനി അത് മാറ്റി പറയുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് സ്ഥലം വിടാമെന്ന ഉദ്ദേശത്തിൽ അതിവേഗം ഭാര്യയും മക്കളും ആ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് യാത്ര പോയി. എന്തിനാണെന്നോ അവരുടെ ഭാര്യയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് മുഹമ്മദിനെ കൊല്ലാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി പ്രത്യേകതരം ആയുധം തയ്യാറാക്കുകയാണ്. ഇരുതല മൂർച്ചയുള്ള, ചരിത്രത്തിൽ പറയുന്നത് ഒരിക്കൽ പോലും യുദ്ധത്തിന് ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രത്യേകതരം ആയുധം 18 പ്രാവശ്യം വിഷത്തിൽ മുക്കിയെടുത്ത് ചുട്ടെടുത്ത പ്രത്യേകതരം ആയുധമാണ് ഹജ്ജാശ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നത്. ആരും അറിയാതെ അങ്ങനെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് ഹജ്ജാശിന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ അസൂയാവാൻ തുടങ്ങി. കാരണം ഹജ്ജാശിന് ലഭിക്കുന്നത് ഭയങ്കര സ്വീകരണം.
അജാഷിന് ആളുകൾ വീടുകളിലേക്ക് കൊണ്ടുപോയി സൽക്കരിക്കുകയാണ്. അജാഷിന് യാത്രായപ്പുകൾ ഒരുക്കുകയാണ്. അജാഷിന് യാത്രാ മംഗളങ്ങൾ പാടുകയാണ്. കാരണം മുഹമ്മദിന്റെ തലയെടുക്കാനാണ് അജാഷ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് സ്വയം തയ്യാറായി വന്ന ആളാണ് ഹജ്ജാഷ്. അങ്ങനെ ഹജ്ജാഷിനെ യാത്രക്കാരോട് എല്ലാ തയ്യാറെടുപ്പും നടത്തിയപ്പോൾ രാജാവ് ഹജ്ജാഷിനോട് ചോദിച്ചു, ഹജ്ജാഷ്, നിങ്ങൾ എങ്ങനെയാണ് മുഹമ്മദിനെ വകവരുത്തുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങൾ ആയുധം? അപ്പൊ ഹജ്ജാഷ് രാജാവിനോട് പറഞ്ഞു, പൂവൻ അറിയാമെങ്കിൽ ആയുധം ഉണ്ടാക്കുന്ന എനിക്കറിയാം. രാജാവ് ഒന്നും മിണ്ടിയില്ല. കാരണം കൂട്ടത്തിൽ ഒരാൾ പോവാൻ തയ്യാറായതാണ്. ഹജ്ജാഷ് പോയി വരട്ടെ എന്ന ഉദ്ദേശത്തിൽ അങ്ങനെ ഹജ്ജാഷ് പുറപ്പെടുകയാണ്. പൂക്കൾ വിരിഞ്ഞു കൽവിലായിരം കിനാവ് പൂത്തു, പൂതികളൊക്കെയും മനസ്സകത്തിലിട്ടു വെച്ചു, വേഗത്തിലോടും കിറുസിന്റെ മേലിരുന്നുറച്ചു, നേരിടാനുള്ള കാര്യമൊക്കെയും ശരിക്കു വെച്ചു. ആനന്ദത്താലെ ഹജ്ജാശിത പോകുന്നേ, ആരംഭരബിയെയും ബാധിച്ചിടാനേ, അലിപുലി കൂടെ തലയെറിയാനെ അവരുടെ ഉള്ളം പിടപിടപാണ്. അഹമ്മദ് കേറിയിട്ടവർ വരവാനെ, അലിപുലി കേറി തലയെറിയാനെ അവരുടെ ഉള്ളം പിടപിടപ്പാണ്. അഹമ്മദ് കേറിയിട്ടവർ വരവാനെ, നിരവധി പൂക്കിനാക്കൾ വീരിയുന്നല്ലോ, സുമധുര ഗീതങ്ങൾ മൂളിടുന്നല്ലോ. അതെ, ഹജ്ജാഷ് ആയുധം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അരയിൽ തിരികുന്നതിന് വേണ്ടി സാധാരണ അറബികൾ ആയുധം അരയിൽ തിരികുമ്പോൾ ഉപയോഗിക്കുന്നത് ഒറ്റ ഉറയാണ്. ഹജ്ജാഷ് ഉപയോഗിച്ചത് 2 ഉറയാണ്. കാരണം ഈ ആയുധത്തിന്റെ കടുപ്പം കൊണ്ട് ആയുധമെങ്ങാനും ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നാലെന്ന ഉദ്ദേശത്തില് ഹജ്ജാഷ് 2 ഉറകൾ അരയിലേക്ക് തിരികിക്കൊണ്ട് അതിൽ ആയുധവും കുത്തിക്കയറ്റിക്കൊണ്ട് തന്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറിക്കൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്കെത്തി മദീന പള്ളിയുടെ തൊട്ടടുത്തെത്തിയപ്പോ തൊട്ടപ്പുറത്തുള്ള ഈന്തപ്പനയോട് ചേർത്തുകൊണ്ട് തന്റെ കുതിരയെ കെട്ടിയിട്ട് മദീന പള്ളിയുടെ മുമ്പിലെത്തി. അവിടെ കാവൽക്കാരനുണ്ട്. അവിടെ എത്തി, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആരാണ്? ഞാൻ ഹജ്ജാഷാണ്, ഖൈബറിൽ നിന്ന് വരുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം. അതെ, ഈ കാവൽക്കാരൻ മറ്റാരും ആയിരുന്നില്ല, ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി, യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട്, ഖൈബറിൽ നിന്നാണ് വരുന്നത്, ജൂതനാണ് എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോ, യാ ഉമർ, ഇവിടെ കൊണ്ടുവരൂ അദ്ദേഹത്തെ. അങ്ങനെ അജാഷിനെ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രവാചകന്റെ മുന്നിൽ വന്നിങ്ങനെ നിന്നു. പ്രവാചകൻ തന്റെ ഇരിക്കുന്ന മിഹ്റാബിനോട് ചേർത്തുള്ള ആ സ്ഥലത്ത് നിന്നൊന്ന് താഴോട്ട് താഴ്ന്നിരുന്നു. അവിടെ ഇരുന്നിട്ട്, യാ ഹജ്ജാഷ്, ഇരിക്കൂ നിങ്ങൾ. അവിടെ ഇരുത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, ഹജ്ജാഷ് എന്നല്ലേ നിങ്ങളുടെ പേര്? അതെ. ഖൈബറിൽ നിന്നാണ് വരുന്നത്? അതെ. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം. എന്താണ് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കാരണം? ഞാൻ നിങ്ങളെ കുറിച്ച്, മുഹമ്മദിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. നിങ്ങൾ എന്താണ് എന്നെ പറ്റി പഠിച്ചത്? എവിടെയാണ് നിങ്ങൾ എന്നെ പറ്റി കേട്ടത്? ഹജ്ജാഷ് പറഞ്ഞു, ഞാൻ തൗറാത്തിലാണ് മുഹമ്മദിനെ പറ്റി കേട്ടത്. തൗറാത്തിൽ എത്ര വട്ടം എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്? ഹജ്ജാഷിന് ഉത്തരമില്ല. ഹജ്ജാഷ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഹജ്ജാഷ് പോയത് നേരെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് പ്രവാചകന്റെ കൂടെ ചേരാൻ ഉദ്ദേശത്തിലാണ്. പ്രവാചകൻ ഇങ്ങനെ പോലീസുകാരെ ചോദ്യം ചെയ്യുന്നത് പോലത്തെ ചോദ്യം ചെയ്യുമെന്ന് ഹജ്ജാഷ് ഒരിക്കലും സ്വപ്നം പോലും കണ്ടിരുന്നില്ല. അങ്ങനെ ഹജ്ജാഷിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഹജ്ജാഷിനോട് നിങ്ങൾ എന്റെ പേര് എത്ര വട്ടം ചോദിച്ചു എന്ന് ചോദിച്ചപ്പോ മറുപടിയില്ല. പോട്ടെ, എന്റെ പേര് അന മുഹമ്മദ്, എന്റെ പേര് മുഹമ്മദാണ്. എന്നാൽ എന്താണ് തൗറാത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞത്? എന്റെ പേരെന്താണ് പറഞ്ഞത്? ഹജ്ജാഷിന് അവിടെ മറുപടിയില്ല. ഇത് കണ്ടപ്പോ മറുഭാഗത്ത് നിൽക്കുന്ന ഉമർ, യാ റസൂലല്ലാഹ്, ഇദ്ദേഹം വഞ്ചകനാണ്, യാ റസൂലല്ലാഹ്. യാ ഉമർ, അടങ്ങൂ ഉമർ, നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അടങ്ങൂ. ഹജ്ജാഷ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഹജ്ജാഷ് ഇങ്ങനെ നിന്നി വിറക്കാൻ തുടങ്ങി. ഹജ്ജാഷ് റസൂലുള്ളാഹിന്റെ ചോദ്യം കേട്ടപ്പോൾ നിന്നി വിറക്കാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ പ്രവാചകനും ഒന്നടങ്കം ശരീരം മുഴുവൻ വിയർക്കാൻ തുടങ്ങി. ശരീരം വിയർത്തു തുടങ്ങി.
ഒന്നുമല്ല, ജിബ്രീൽ ഇറങ്ങി. ജിബ്രീലിന്റെ വഹി ഇറങ്ങി. വസ്ഹാലേ തിരുദൂത ചോദിച്ചു ചൊല്ലേ ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ കൽബുള്ളിൽ ഗോപ്യമായി വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും കൽബുള്ളിൽ ഗോപ്യമായി വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ കൽബുള്ളിൽ ഗോപ്യമായി വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും കൽബുള്ളിൽ ഗോപ്യമായി വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ ഹജ്ജാശ് എന്നല്ലേ നിങ്ങളുടെ പേര്? അതെ. ഖൈബറിൽ നിന്ന് വരും. അതെ. ജൂതനാണല്ലേ? അതെ. യാ ഹജ്ജാശ്, നിങ്ങള് മുസ്ലിം ആവാൻ വേണ്ടി വന്നതാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ 18 തവണ വിഷത്തിലൂട്ടി ചുട്ടെടുത്ത ആയുധവും അരയിൽ തിരുകി ഇവിടേക്ക് വന്നത്? ഹജ്ജാശ് ആകെ പേടിച്ചു പോയി, നിന്ന് വിറക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട ഉമർ വീണ്ടും യാ റസൂലല്ലാഹ്, ഞാൻ ഇദ്ദേഹത്തെ വെട്ടിയെടുക്കാൻ. യാ ഉമർ, നിങ്ങളോടല്ലേ അനാദരിക്കാൻ പറഞ്ഞത്? മിണ്ടാതിരി യാ ഉമർ. എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തെ കൊല്ലുന്നത് എന്ന് പ്രവാചകൻ ഉമറോട് ചോദിച്ചപ്പോ ഉമർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, നിങ്ങളെ കൊല്ലാൻ ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഒരാളെ ഞാൻ കൊല്ലാതെ വെറുതെ വിടണമെന്നാണ് യാ റസൂലല്ലാഹ് നിങ്ങൾ പറയുന്നത്? യാ ഉമർ, ഖത്താബിന്റെ മകൻ ഉമറേ, നിങ്ങൾ എന്തിനായിരുന്നു എന്റെ അടുത്തേക്ക് വന്നത്? നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നില്ലേ വന്നത്? ഇപ്പോ നിങ്ങൾ ആരാ? ഇതങ്ങ് കേട്ടപ്പോ ഉമർ ആകെ ചൂളിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഉമർ പിന്നെ ഇരുന്നെടുത്ത് നിന്ന് പിന്നെ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഹജ്ജാശിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ ഹജ്ജാശിന് നിവർക്കാൻ തുടങ്ങി. ഹജ്ജാശിനോട് റസൂലുള്ളാഹി ചോദിച്ചു, യാ ഹജ്ജാശ്, സത്യം പറ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്? നിങ്ങൾ ഈ ആയുധവുമായി എന്തിന് നിങ്ങൾ ഇവിടെ വന്നു? ഒന്ന് സത്യം പറയുക ഹജ്ജാശ് എന്ന് പറഞ്ഞപ്പോ ഹജ്ജാശ് അവരോട് വിശദീകരിക്കുകയാണ്. ആ സമയത്ത് ഹജ്ജാശ് റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ശത്രു, ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രു എന്റെ മുന്നിലിരിക്കുന്ന മുഹമ്മദാണ്. ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്റെ മുന്നിലിരിക്കുന്ന ഈ മുഹമ്മദാണ് എന്ന് അഭിമാനത്തോടു കൂടി ഹജ്ജാശ് പറഞ്ഞപ്പോ വീണ്ടും ഉമർ എഴുന്നേൽക്കാൻ നോക്കി. യാ റസൂലുള്ളാഹ്, അത് തരികിടയാണ്. റസൂലുള്ളാഹി കൈകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. ഉമർ അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന സമയത്ത് പ്രവാചകൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? യാ റസൂലുള്ളാഹ്, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ അങ്ങനെ ഹജ്ജാശ് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഹജ്ജാശ് മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹിയോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അഖിലത്തിൻ്റെ ഉടയവൻ റസൂലുള്ളാഹേ, അഖിലത്തിൻ്റെ അനുഗ്രഹം നബിയുള്ളാഹേ, കൂടെ അലിയാരുമേ തലകളറുത്തിടുന്നേ. അഖിലത്തിൻ്റെ അനുഗ്രഹം നബിയുള്ളാഹേ, കൂടെ അലിയാരുമേ തലകളറുത്തിടാനേ. 18 തവണ ഞാൻ വിഷമൊട്ടിയേ, വാടുമൊളിവാക്കിയേ, ഇങ്ങോട്ടണവാക്കിയേ. അഖിലത്തിൻ്റെ
ഞാൻ വിഷമൂട്ടിയേ വാളുമൊളിവാക്കിയേ ഇങ്ങോട്ടണവാക്കിയേ വന്നു മദീനയിൽ ചെന്നത പറ്റി വഞ്ചതി ചെയ്യാൻ കൽബകമേറ്റി സൽഗുണമുത്ത് റസൂലത് നാറ്റി വന്നു മദീനയിൽ ചെന്നിത പറ്റി വഞ്ചതി ചെയ്യാൻ കൽബകമേറ്റി സൽഗുണമുത്ത് റസൂലത കാട്ടി 18 തവണ ഞാൻ വിഷമൂട്ടിയേ വാളുമൊളിവാക്കിയേ ഇങ്ങോട്ടണവാക്കിയേ. അതെ, പ്രവാചകന് മുമ്പിൽ ഹജ്ജാജ് എല്ലാം വിശദീകരിക്കുകയാണ്. തന്റെ ഖൈബറിലെ രാജാവും സർവ സൈന്യാധിപനും നാട്ടുകാരും ചേർന്ന് യാത്രയച്ചതും ആയുധമുണ്ടാക്കിയതും ഇതെല്ലാം കാരണം ഒരാള് പോലും അറിയാതെ ആയുധവും ഉണ്ടാക്കി വന്നപ്പോ ഇവിടെ മുഹമ്മദ് എല്ലാം എന്നോട് തുറന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ പോലും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിട്ടാണ് ആയുധമുണ്ടാക്കിയത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇതിനേക്കാൾ അപ്പുറത്ത് മറ്റെന്ത് അത്ഭുതമാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവിടെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ആ സമയത്ത് ഇതൊന്നും അറിയാതെ അലി റളിയല്ലാഹു അൻഹു പുറത്താണുള്ളത്. കാരണം അലിയെ കൂടിയാണ് ഹജ്ജാജ് കൊല്ലാൻ വേണ്ടി വന്നത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജോലിയാണ്. എന്താണെന്നോ ജോലി? നമ്മുടെ ഈ വയലിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെല്ല്, അതിന്റെ പുല്ല് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു കച്ചവടമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജോലി എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ ഇങ്ങനെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാള് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അലി, നിങ്ങളൊന്നും അറിയില്ലേ? എന്താണ്? മദീനയിൽ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഖൈബറിൽ നിന്നും ഒരു ജൂതൻ വന്നു. ഇതങ്ങ് പറഞ്ഞു തീർത്തപ്പോ ഇതിലപ്പുറത്തേക്ക് പറയുന്നതിനപ്പുറത്തേക്ക് പുല്ലും അവിടെ ചാടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു നേരെ ഓടുകയാണ് മദീനയിലേക്ക്. മദീന പള്ളിയിൽ കയറി ചെന്നുകൊണ്ട്, യാ ഉമർ, അല്ല യാ ഉമർ, നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണോ പ്രവാചകനെ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒരാൾ ഇവിടെ എത്തിയത്? അലി, അടങ്ങൂ അലി, നിങ്ങൾ അടങ്ങൂ അലി, നിങ്ങൾ അവിടേക്ക് ചെല്ലൂ. അലി റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ളാഹിയുടെ സവിധത്തിലേക്ക് ചെല്ലാൻ. റസൂലുള്ളാഹിയുടെ സവിധത്തിലേക്ക് എത്തിയപ്പോൾ കാണുന്ന ഒരു കാഴ്ച, സുന്ദരമായ കാഴ്ച. റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ആള് വന്നു എന്ന് പറഞ്ഞിട്ട് മദീനക്കാർ മുഴുവൻ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ ഇടത്തിലേക്കാണ് അലി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അലി റളിയല്ലാഹു അൻഹു കാണുന്നത് റസൂലുള്ളാഹിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഹജ്ജാജിനെ കൊല്ലാൻ വേണ്ടി വന്ന ഹജ്ജാജിനെ റസൂലുള്ളാഹി ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? യാ അലി, റസൂലുള്ളാഹി വിളിച്ചു, ഹജ്ജാജ് എന്നെയും നിന്റെയും തലയെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇന്ന് ഹജ്ജാജ് നമ്മുടെ കൂടെയാണ്. ഹജ്ജാജ് ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഇങ്ങനെ വല്ലാതെ ആഹ്ലാദിച്ചു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു കുറിയ മനുഷ്യനാണ്. അലി റളിയല്ലാഹു അൻഹു ഹജ്ജാജിന്റെ തോളിലേക്ക് ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് നിർത്തിയ സമയത്ത് ഹജ്ജാജ് കുറച്ച് നീളമുള്ള ആളാണ്. ഹജ്ജാജിനെ ഇങ്ങനെ ഏന്തി പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നെറ്റിയിൽ ഉമ്മം വെക്കുക എന്നതിനപ്പുറത്ത് ഈ ലോകത്ത് മറ്റൊരു ചുംബനമില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും സ്നേഹമുണ്ടാകുമ്പോ കൊടുക്കുന്ന ഒരു ചുംബനമാണ് നെറ്റിയിലെ ചുംബനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കുടുംബമായി താമസിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് ആരെങ്കിലും ഇന്നത്തെ ദിവസം മക്കളുള്ള ആളുകൾക്ക് നെറ്റിയിൽ ഒരു ഉമ്മം വെച്ച ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടെങ്കിൽ കൈപൊത്തിക്കാം. ഇല്ലല്ലേ? പ്രിയപ്പെട്ടവരെ, നിർബന്ധമായും നമ്മൾ ഇത് നടപ്പിൽ വരുത്തണം. കാരണം പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ വീട് തൊട്ടടുത്താണ്. ദിവസം എണ്ണമില്ലാത്ത കണക്കിന് പ്രവാചകന്റെ വീട്ടിലേക്ക് ഫാത്തിമ ബീവി വന്നും പോവുമായിരുന്നു. ആ സമയത്തൊക്കെയും ഫാത്തിമക്ക് 20 വയസ്സിന്റെ മുകളിലുണ്ട്, മക്കളുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട്. ആ ഫാത്തിമക്ക് എല്ലാ സമയത്തും ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോ റസൂലുള്ളാഹി നെറ്റിയിൽ ഉമ്മം വെക്കുമായിരുന്നു എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും അത് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ ഉമ്മം വെച്ചുകൊണ്ട് അറിഞ്ഞേക്കണം. അതിനവിടെ പ്രായത്തിന്റെ പരിധി നമുക്കില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് പോലും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം നൽകുകയാണെങ്കിൽ, അതിരാവിലെ എഴുന്നേറ്റ് മദ്രസയിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ തിരുനെറ്റിയുടെ ഉമ്മം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, വഴിയോരത്ത് നിൽക്കുന്ന, വഴിതെറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നീ പോ
എനിക്ക് എന്റെ വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ അതിലും വലിയ സ്നേഹം എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള മകനായി അവർ വളരും. അതിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. കാരണം സ്നേഹം കൊടുക്കുന്നിടത്താണ് ഈ നാളുകൾ പോകുന്നത്. സ്നേഹം കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു, അജാഷിനെ പിടിച്ചൊരു ഉമ്മം വെച്ചു. അതൊക്കെ കഴിഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് ഖൈബറിലേക്ക്, ഏതായാലും നമ്മളെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടു, ഇങ്ങോട്ടേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി ആളുകൾ തയ്യാറായി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനിക്കുന്നു. ഖൈബറിലേക്ക് ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ റസൂൽ അജാഷിനോട് ചോദിച്ചു, യാ അജാഷ്, ഖൈബറിലേക്ക് ഒരു സൈന്യത്തെ അയക്കുകയാണെങ്കിൽ അതിന്റെ സർവ്വ സൈന്യാധിപൻ ഞാനാണ്. അവരുടെ കൂടെ എന്റെ സഹസൈന്യാധിപന്മാരായിട്ട് അബൂബക്കറുണ്ട്, ഉമറുണ്ട്, അങ്ങനെ തുടങ്ങിയ പല ആളുകളുടെയും പേരുകൾ എണ്ണിയിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, യാ ഹജ്ജാജ്, നിങ്ങളെയും ആ കൂട്ടത്തിലേക്ക് ഉപസൈന്യാധിപനായി നിങ്ങളെയും കൂട്ടിച്ചേർത്താൽ നിങ്ങൾ അതിന് തയ്യാറാവുമോ എന്ന് ചോദിച്ചപ്പോ അജ്ജാജ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ആനന്ദം കൽവിൽ നിറയുന്നേ, അധികം ശുക്ർനാദം പൊങ്ങുന്നേ, ആരംഭ നബിഗീത ചൊല്ലുന്നേ, അന്ന് ആ സ്വഹബാക്കളൊരുങ്ങുന്നേ. ആനന്ദം കൽവിൽ നിറയുന്നേ, അതിഹംദിൻ ശുക്ർനാദം പൊങ്ങുന്നേ, ആരംഭ നബിഗീത ചൊല്ലുന്നേ, അന്ന് ആ സ്വഹബാക്കളൊരുങ്ങുന്നേ. ഓതിയവർ തക്ബീർനാദം സുഖമാകെ ത്യജിച്ചവരും വേഗം നാഥന്റെ മാർഗത്തിൽ നീങ്ങുന്നേ, കുഫിർ കോട്ട പിടിക്കാൻ പോകുന്നേ. ഓതിയവർ തക്ബീർനാദം സുഖമാകെ ത്യജിച്ചവരും വേഗം നാഥന്റെ മാർഗത്തിൽ നീങ്ങുന്നേ, കുഫിർ കോട്ട പിടിക്കാൻ പോകുന്നേ. അങ്ങനെ അജ്ജാശ് സമ്മതം മൂളി. അവിടുത്തെ ഖൈബറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. മുഴുവൻ സഹാബികൾ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം അത് ഉപയോഗപ്പെടുത്തുക എന്ന സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹിയും കൂട്ടരും, അജ്ജാശ് സഹസൈന്യാധിപനാണ്, ഖൈബറിലേക്ക് പോവുകയാണ്. ആ വിവരം മദീനയിൽ നിന്നും ഒരു ജൂതൻ അറിഞ്ഞു. ജൂതൻ ഓടി ഖൈബറിലെത്തിക്ക്, യാ മുറഹിബ്, മുറഹിബിനെ ഇങ്ങനെ തിരഞ്ഞു നടക്കിയ രാജാവിനെ, യാ മുറഹിബേ, നിങ്ങൾ അറിഞ്ഞോ അജ്ജാശ് വരുന്നു? അജ്ജാശ് വരുന്നോ? ഇത്ര പെട്ടെന്നോ? റസൂലുള്ളാഹിയുടെയും അലിയുടെയും തലയെടുക്കാൻ പോയ അജ്ജാശ് ഇത്ര പെട്ടെന്ന് തലയുമായി തിരിച്ചു വരുന്നത്? അതെ, തലയുമായി തിരിച്ചു വരുന്നു. ഇത്ര പെട്ടെന്ന് ആരുടെയൊക്കെ 12,000 തലയുമായി തിരിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മുറഹിബ് ചോദിച്ചു, എന്താണ് അവിടെ അജ്ജാശ് കാട്ടിക്കൂട്ടിയത്? ഇത്രയും ആളുകൾ അജ്ജാശ് കൊന്നെന്നോ? അല്ല, അജ്ജാശും കൂട്ടരും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഖൈബറുകാരെ തുരത്താൻ വേണ്ടി മദീനയിൽ നിന്ന് റസൂലുള്ളാഹിയുടെ കൂടെ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മുറഹിബ് ആകെ ഞെട്ടി. മുറഹിബ് അവരുടെ സർവ്വസൈന്യാധിപനെ വിളിക്കുകയാണ്. മുറയെ വിളിച്ച്, യാ മുറ, നിങ്ങൾ അറിഞ്ഞോ വിവരം? അതെ, ഞാൻ അറിയൂ സംഭവം. മിണ്ടാതിരിക്കാ നമുക്കിപ്പം നല്ലേ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മദീനയിൽ നിന്ന് മുഹമ്മദും കൂട്ടരും അജ്ജാശിന്റെ നേതൃത്വത്തിൽ നമ്മെ കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് വരുമ്പോ അവരോട് പ്രതികരിക്കരുത് എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ മുർറത്ത് ബിനു മർവാൻ തല താഴ്ത്തി. യാ മുറ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് തല താഴ്ത്തിയിരിക്കുന്നത്? നിങ്ങളല്ലേ ഈ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ? പ്രിയപ്പെട്ട രാജാവേ, നമ്മള് എടുത്തു ചാടരുത്. കാരണം ഇവിടെ യുദ്ധത്തിലേക്ക് വരുന്നത് മുഹമ്മദ് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന്റെ കൂടെ വരുന്നത് നമ്മുടെ സകല തന്ത്രങ്ങളും അറിയാവുന്ന, നമ്മുടെ ഖൈബറിന്റെ ഓരോ മൺതരികളെയും അറിയാവുന്ന അജ്ജാശിന്റെ നേതൃത്വത്തിലാണ് ഈ ഖൈബറിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു എടുത്തുചാട്ടത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും മുറഹിബ് ചോദിച്ചു, എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഖൈബറുകാർ മുഴുവൻ നമ്മുടെ കോട്ടയിലേക്ക് കയറി ഒളിക്കണം. ഖൈബറിന്റെ കോട്ട എന്ന് പറയുന്നത് 4 ലക്ഷം ആളുകൾക്ക്, 4 കൊല്ലത്തോളം 1 ലക്ഷം ആളുകൾക്ക് സുഭിക്ഷമായി 4-5 സമയം ഭക്ഷണം കഴിച്ച് സുഖമായി കഴിയാനുള്ള സെറ്റപ്പിലുള്ള ഒരു കോട്ടയാണ് ഖൈബറിന്റെ കോട്ട. നമുക്ക് മുഴുവൻ ആളുകൾക്കും ആ ഖൈബറിന്റെ കോട്ടയിലേക്ക് കയറി ഒളിക്കാം. മാത്രവുമല്ല, മുഹമ്മദും കൂട്ടരും ഇവിടെ വരുമ്പോ ഒരൊറ്റ കടകളും തുറക്കാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചിടണം.
ഇവിടെ വന്നാൽ ഒരു പച്ച വെള്ളം പോലും കിട്ടാതെ മുഹമ്മദും കൂട്ടരും 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോയിക്കൊള്ളുമെന്ന് മുറഹിബിനോട് മുറത്തുബിന് മർവാൻ പറഞ്ഞപ്പോ തീരുമാനം അങ്ങനെയായി. അങ്ങനെ സദസ്സിലുള്ള ആളുകൾ ഇവിടെ മുന്നിൽ സീറ്റ് ഉണ്ട്, ഒന്ന് കാര്യം ഇരിക്കാം. ബേക്കുള്ള ആളുകളൊന്ന് മുന്നിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഫ്ലോ പോകും കേട്ടാ. അതുകൊണ്ട് കാര്യം ഇരിക്കും, പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ടിയുണ്ട്, നമ്മളെ പരിപാടികൾ ആരംഭിക്കേണ്ടത്. സലീമ ലത്തീഫ് എല്ലാവരും കൊണ്ട് കാര്യം. അപ്പോ അങ്ങനെ എല്ലാ ആളുകളും ഖൈബറിന്റെ കോട്ടയിലേക്ക് കയറി ഒളിച്ചു. പ്രവാചകനും കൂട്ടരും ഖൈബറിന്റെ മണ്ണിലേക്ക് എത്തിയപ്പോ എന്താ ഒരാളടക്കമില്ലാത്ത ഖൈബർ. ഇരുന്ന് കഴിഞ്ഞാൽ പറയണ ഇങ്ങനെ പറയാൻ പോലെ എല്ലാ വയസ്സിലേത് നമ്മുടെ പ്രവർത്തകരുടെ ഇരിക്കുന്ന ആളുകൾക്ക് പായസമൊക്കെ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിരിക്കും. അപ്പോ പ്രവാചകൻ കൂട്ടർ അവിടെ എത്തിയപ്പോ ഒരു പന്തിന്റെ അവസ്ഥ, ഒരാളും ഖൈബറിലില്ല. ഇത് ഹജ്ജാജ് തിരിച്ചറിഞ്ഞു. യാ റസൂലല്ലാഹ്, ഈ കൂട്ടർ ഖൈബർ എന്ന കൂട്ടര് വല്ലാത്ത തന്ത്രശാലികളാണ്, എല്ലാ കുരുട്ടുബുദ്ധികളുമുള്ള ആളുകളാണ് ഈ ഖൈബറിലെ കൂട്ടര്. അവരൊക്കെ ഈ കോട്ടയിൽ കയറി ഒളിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, അല്ല ഹജ്ജാജ്, എങ്ങനെയാണ് നമ്മൾ ഇവരെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുക? അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, റസൂലല്ലാഹ്, ഇതിന്റെ കോട്ടയ്ക്ക് പിറകിലായി ഒരു വലിയ വാതിലുണ്ട്, അതൊന്ന് ഇളക്കി മാറ്റാൻ കഴിയുന്ന വാതിലാണ്. അതായത് ഈ വാതിൽ ഇളക്കി കഴിഞ്ഞാൽ ആയുധപുരയിലേക്കാണ് നമ്മൾ എത്തുക, നമുക്ക് ആയുധം ലഭിക്കുകയും ചെയ്യും, ആളുകളോട് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ ഹജ്ജാജ്, നിങ്ങൾ അത് ഏറ്റെടുക്കുമോ? ഹജ്ജാജിനോട് ചോദിച്ചു, ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമോ? അതേ റസൂലുള്ളാഹ്, യാ റസൂലുള്ളാഹ്, ഞാൻ അത് ഏറ്റെടുക്കാം. അങ്ങനെ ഹജ്ജാജിന്റെ കൂടെ കുറച്ച് ആളുകളെ കൂടി ഹജ്ജാജും കൂട്ടരും കോട്ടയുടെ പിറകിലേക്ക് പോവുകയാണ്. കോട്ടയുടെ പിറകിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കോട്ടക്കകത്ത് നിന്ന് അവരുടെ ഖൈബറിന്റെ ആളുകൾ, ഖൈബറിന്റെ സൈനികർ ഇത് കാണുകയാണ്. അവർക്ക് മനസ്സിലായി ഹജ്ജാജും കൂട്ടരും പോകുന്നത് പിറകിലുള്ള കോട്ടയുടെ വാതിൽ പൊളിച്ചെടുക്കാനാണെന്ന്. അവരുടെ സകല അസ്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അമ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് ഹജ്ജാജിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുകയാണ്. ഹജ്ജാജിന്റെ ശരീരത്തിലേക്ക് ഓരോ അമ്പുകളും ഇങ്ങനെ തുളച്ചു കയറുന്നുണ്ട്. പക്ഷെ ഹജ്ജാജിന് ഇതൊന്നും ഒരു വിഷയമല്ല. ഹജ്ജാജിന് ഇതൊന്നും ഒരു വിഷയമല്ല. ഹജ്ജാജിന്റെ ശരീരത്തിലേക്ക് അമ്പുകൾ ഇങ്ങനെ ഓരോന്നായി തളിക്കുമ്പോഴും പ്രവാചകന്റെ കൂടെ കൂടി മുഹമ്മദിന്റെ കൂടെ കൂടി ഷഹീദാവാൻ വേണ്ടി ഓടുന്ന തിരക്കിലാണ് ഹജ്ജാജ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ ഹജ്ജാജ് ഏറ്റ അമ്പുകൾക്കിടയിൽ ഹജ്ജാജ് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഹജ്ജാജ് പിടഞ്ഞു വീണ് മരണപ്പെട്ടു. ശേഷം റസൂലുള്ളാഹി കൂട്ടരും ആലോചിച്ചു, എന്തുണ്ട് ഇവരെ പുറത്തേക്ക് ഇറക്കാൻ? റസൂലുള്ളാഹി പറഞ്ഞു, നമുക്കൊരു ഐഡിയ ഉണ്ട്. ഈ കൊട്ടാരത്തിന്റെ തൊട്ടു മുമ്പിൽ വലിയ ഈന്തപ്പനത്തോട്ടമുണ്ട്. ഈ ഈന്തപ്പനത്തോട്ടം എന്ന് പറയുന്നത് അവിടെയുള്ള ഖൈബർ നിവാസികളുടേതാണ്. നിങ്ങൾക്കറിയാലോ, ഈന്തപ്പനയും ഒട്ടകം എന്ന് പറയുന്നത് അറബികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, സ്വന്തത്തെക്കാൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇത് രണ്ടും. റസൂലുള്ളാഹി പറഞ്ഞു, നമുക്ക് ഇവരെ പുറത്തിറക്കാനും വേണ്ടി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് 2-3 ഈന്തപ്പനകൾ നമ്മൾ മുറിച്ചു മാറ്റണം. ഇതിങ്ങനെ മുറിച്ചു മാറ്റുന്നത് കാണുമ്പോ ആളുകൾ പുറത്തേക്ക് വരും. ആ തീരുമാനവുമായി റസൂലുള്ളാഹിയും കൂട്ടരും പോയപ്പോ മുറിക്കാൻ തുടങ്ങി. 1 മുറിച്ചു, 2 മുറിച്ചു, 3 മുറിച്ചു. ആ സമയത്ത് അവിടെയുള്ള സൈന്യാധിപന്മാർ, ഖൈബറുകാർ മുറഹിബിന്റെ അടുത്ത് പോയി, യാ മുറഹിബ്, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങളുടെ സമ്പാദ്യമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ പേടിച്ച് ഇതിന്റെ അകത്തിരിക്കുകയാണോ? ആ സമയത്തും തന്ത്രശാലിയായ മുറത്തുബിന് മർവാൻ സർവ്വസൈന്യാധിപൻ പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ തന്ത്രമാണ്. നമ്മളെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ മുഹമ്മദിന്റെ തന്ത്രം, ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ആ സമയത്ത് ആരും ഇറങ്ങാതായപ്പോ 4ഉം 5ഉം 6ഉം ഈന്തപ്പനകൾ മുറിക്കാൻ തുടങ്ങിയപ്പോ രാജാവിന്റെയും സർവ്വസൈന്യാധിപന്റെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ ഖൈബറുകാർ ഒന്നടങ്കം
പുറത്തേക്ക് ഓടിയിറങ്ങുകയാണ്. അതോടുകൂടി യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. ഖൈബർ രണ്ടാംഗണത്തിന് തുടക്കം കുറിച്ചു. അന്നത്തെ ദിവസം വൈകുന്നേരം വരെ റസൂലുള്ളാഹിയുടെ പട്ടാളവും ഖൈബറിലെ പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടി. മഗ്രിബ് സമയമായപ്പോഴും ആർക്കും വിജയ പരാജയമില്ല. ഇരുപക്ഷത്തിനും സമാസമമായ നഷ്ടങ്ങൾ. മഗ്രിബോടുകൂടി യുദ്ധം അവസാനിച്ചു. അങ്ങനെയാണ് നിയമം. മഗ്രിബോടുകൂടി യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് നിയമം. പക്ഷേ നമ്മളൊക്കെ ഇന്ന് അവലംബിച്ച് വരുന്നത് എല്ലാം മഗ്രിബിന് ശേഷമാണ്. അത് കൊടിമരം മുറിക്കാനായാലും യുദ്ധം ചെയ്യാനായാലും എല്ലാം മഗ്രിബിന് ശേഷം. പക്ഷെ നമ്മുടെ നിയമം മഗ്രിബോടുകൂടി എല്ലാം അവസാനിപ്പിക്കുക. ഇത് അതുകൊണ്ട് ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് മഗ്രിബിന് മുമ്പേ ചെയ്യണം എന്ന് അറിയിക്കുന്നു. അങ്ങനെ ആ ദിവസം അവസാനിച്ചു. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പതാക കൈമാറിയത് ഉമർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ പതാകയും ഏന്തിക്കൊണ്ട് കുതിരപ്പുറത്ത് പുറത്ത് കയറിയിരുന്നു കൊണ്ട് അവിടെയുള്ള സൈന്യാധിപന്മാരോട് ഒരു വലിയ പ്രസംഗം നടത്തി. പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ അവസാനമായി ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, സുവർഗം നമ്മൾ കാണുന്നേ, സുഖം സ്വർഗത്തിലാണെന്ന്, സുബ്ഹാന്റെ കനി വന്ന് ലഭിക്കാനായി മുന്നേറുന്നേ. സുവർഗം നമ്മൾ കാണുന്നേ, സുഖം സ്വർഗത്തിലാണെന്ന്, സുബ്ഹാന്റെ കനി വന്ന് ലഭിക്കാനായി മുന്നേറുന്നേ. ഇലാഹിൻ ദൂതരിവിടുണ്ട്, ഭയത്തിനെന്ത് ഫലമുണ്ട്. ഇലാഹിൻ ദൂതരിവിടുണ്ട്, ഭയത്തിനെന്ത് ഫലമുണ്ട്. മരിച്ചാലും ഗുണം തന്നെ, ജയിച്ചാലും ഹൈറാണെന്ന്. മരിച്ചാലും ഗുണം തന്നെ, ജയിച്ചാൽ ഹൈറുമാണെന്ന്. സ്വർഗം നമ്മൾ കാണുന്നത് സുഖം സ്വർഗത്തിലാണെന്ന്, സുബ്ഹാന്റെ കനി വന്ന് ലഭിക്കാനായി മുന്നേറുന്നേ. പ്രിയപ്പെട്ടവരെ, കഥ ചുരുക്കുകയാണ്. സമയം ഏറെ വൈകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറിയിരുന്ന അവരോട് ദീർഘമായി പ്രസംഗിച്ചു. അണികൾക്ക് ധൈര്യം കൊടുക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. പിറ്റേ ദിവസം വീണ്ടും രണ്ടാമത്തെ ദിവസം യുദ്ധം തുടങ്ങി. രണ്ടാമത്തെ ദിവസവും ആദ്യത്തെ ദിവസം പോലെ ആർക്കും വിജയപരാജയമില്ലാതെ അവസാനിച്ചു. മഗ്രിബോടുകൂടി അന്നത്തെ ദിവസവും അവസാനിച്ചു. അങ്ങനെ തലേ ദിവസം, മൂന്നാമത്തെ ദിവസത്തിന്റെ തലേ ദിവസം രാത്രി റസൂലുള്ള പറഞ്ഞു, അള്ളാഹു പൊരുത്തപ്പെട്ട ആളുടെ കയ്യിലാണ് നാളെ ഞാൻ പതാക ഏൽപ്പിക്കുന്നത്. എങ്ങനെ? അള്ളാഹു പൊരുത്തപ്പെട്ട ആളുടെ കയ്യിലാണ് ഞാൻ നാളെ പതാക ഏൽപ്പിക്കുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ മുഴുവൻ സ്വഹാബികളും ഭയങ്കര ആകാംക്ഷയിലായി. റബ്ബേ, ഞാനായിരിക്കണേ. ഓരോരുത്തരും ഇങ്ങനെ വല്ലാതെ ആഗ്രഹിച്ചു പോയി, നേതൃത്വത്തിന് വേണ്ടി ആഗ്രഹിച്ചു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഞാനായിരിക്കണേ എന്നിങ്ങനെ ഓരോരുത്തരും ആഗ്രഹിച്ചു. അന്നത്തെ ദിവസം, പിറ്റേ ദിവസം സുബഹി സമയത്ത് റസൂലുള്ള സലാം വീട്ടുന്ന ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു വന്നിരുന്നു എന്നാണ് ചരിത്രം. കാരണം അത് ഞാനായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വലതു ഭാഗത്ത് വന്നിരുന്നാണ് ചരിത്രം. അങ്ങനെ പിറ്റേ ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം റസൂലുള്ള ചോദിച്ചു, അലി എവിടെ? അലിയെ കാണുന്നില്ലല്ലോ. യുദ്ധം തുടങ്ങിയത് മുതൽ അലിയെ എവിടെയും കാണുന്നില്ല. അലി അങ്ങനെയല്ലല്ലോ. അലി സാധാരണ യുദ്ധത്തെ പേടിച്ച് ഒഴിഞ്ഞു നിൽക്കുന്ന ആളല്ലല്ലോ. എന്ത് പറ്റി അലിക്ക്? റസൂലുള്ളാഹ്, അലി എന്റെ ടെന്റിലുണ്ട് യാ റസൂലുള്ളാഹ്. എന്താണ് അലിക്ക് പറ്റിയത്? അലി ചങ്കണ്ണ ബാധിച്ച് ടെന്റിൽ വിശ്രമത്തിലാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞില്ല? റസൂലുള്ളാഹ്, ഈ യുദ്ധക്കെടുതിയിൽ ഇത് പറയരുതെന്ന് അലി ഞങ്ങളോട് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയാതിരുന്നത്. അലിയെ കൂട്ടി വരൂ എന്ന് സ്വഹാബികളോട് പറഞ്ഞപ്പോ ആളുകൾ അലിയെ കൂട്ടാൻ വേണ്ടി അലിയുടെ ടെന്റിലേക്ക് എത്തി. അവിടെ പോയിട്ട്, മോളെ അതവിടെ ഓഫാക്ക്. അവിടെ പോയി അലിയെ കൂട്ടി. അലിയുടെ കണ്ണ് വല്ലാതെ ചോന്നിട്ടുണ്ട്. അലിക്ക് നടക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ്.
അലിയെ ഇങ്ങനെ രണ്ട് സഹാബികൾ അപ്പുറം ഇപ്പുറം തോളോട് ചേർന്നുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും പുതിയ പിള്ളയാണോ യാ അലി? നാരിയെ പോലെ നയനങ്ങളും പൊത്തി റസൂലിന്റെ അരികത്തിൽ നന്നായ വേദനയും കൊണ്ടലിയെത്തി. നാണക്കുണുങ്ങിയലിയാരും വന്നെത്തി. നാരിയെ പോലെ നയനങ്ങളും പൊത്തി നൽവർ റസൂലിന്റെ അരികത്ത് ചെന്നെത്തി. നന്നായ വേദനയും കൊണ്ടലിയെത്തി. മുത്ത് നബിയുള്ള തന്നെയുമെതിരെ തടവി അലിക്കുന്നു കണ്ണീരെ. മുത്തേ റസൂലുള്ള തന്റെ ഉമിതിരി ചേർത്തു തടവി അലിക്കുന്നു കണ്ണീരെ. കാത്തു കഴിഞ്ഞപ്പോൾ കണ്ടു അവർ നേരെ. വ്യാധികൾ മാറി സുഖത്തിന്റെ എതിരെ. നാണം കുണുങ്ങിയലിയാരും വന്നെത്തി. നാരിയെ പോലെ നയനങ്ങളും പൊത്തി നൽവർ റസൂലിന്റെ അരികിലവരെത്തി. നന്നായ വേദനയും കണ്ടലിയെത്തി. അലി റളിയല്ലാഹു അൻഹു രണ്ട് സഹാബികൾ ഇങ്ങനെ ചോരിലേക്ക് കയറ്റി ഇങ്ങനെ കൊണ്ടുവരിക. അലിക്ക് വല്ലാതെ നാണം വരുന്നുണ്ട്. അലി റളിയല്ലാഹു അരിയത്തേക്ക് വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, യാ അലി ഇവിടെ ഇരിക്കൂ. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചേർത്ത് പിടിച്ച് നോക്കി. യാ അല്ലാഹ്, എന്തൊരു കണ്ണ് ചുവപ്പാണിത്. വല്ലാതെ ചെങ്കണ്ണ് ബാധിച്ചിട്ട് കണ്ണ് ചുവന്നത് മാത്രമേ കാണുന്നുള്ളൂ, കണ്ണിലെ വെള്ളയൊന്നും കാണാനില്ല. റസൂലുള്ളാഹി തന്നെ വല്ലാതെ എന്തോ ആയിപ്പോയി. റസൂലുള്ളാഹി തന്റെ ഉമനീരെടുത്തുകൊണ്ട് അലിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ പുരട്ടിക്കൊടുത്ത സമയത്ത് അലിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരും ചോരയോടുകൂടി ഇങ്ങനെ ഉറ്റി വരികയാണ്. ചരിത്രം പറയുന്നത് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും മരിക്കുന്നത് വരെയും അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് അസുഖം വന്നിട്ടില്ലായിരുന്നു എന്നാണ്. അങ്ങനെ അലിയെ പിടിച്ചു ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ അലി, ഇന്ന് യുദ്ധത്തിന്റെ പതാക ഏൽപ്പിക്കുന്ന ആൾ നിങ്ങളാണ്. നേരത്തെ പലരും ആഗ്രഹിച്ചു പോയ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട ആ ആള് ആരാണെന്ന് സ്വഹാബികൾ തിരിച്ചറിയ പ്രിയപ്പെട്ട അലിയാണ് ഇന്നത്തെ സൈന്യത്തെ നയിക്കുന്നത്. അലി സൈന്യത്തെ നയിച്ചു. അങ്ങനെ ആളുകൾ ഇങ്ങനെ സഫാക്കി നിർത്തി. അലി ആളുകൾ ഇങ്ങനെ സഫാക്കി നിർത്തിയ സമയത്ത് അലി ആളുകളോട്, സൈന്യാധിപന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനാണ് നിങ്ങളുടെ നേതാവ്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചോളണം. ലേശം മൂക്കോട് കൂടിയാ പറയുന്നത്. കാരണം അലി റളിയല്ലാഹു അൻഹുവിനെ പതാക കൈമാറുന്നുണ്ട് എന്ന് മാത്രമല്ല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ നേതാവ് അലിയാണ്, അലിയെ നിങ്ങൾ അനുസരിച്ചോളണം. അലി പറയുക അവരോട്, ഞാൻ പറയുമ്പോൾ ഇറങ്ങണം, ഞാൻ പറയുമ്പോൾ കയറണം. അതെ, എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പടച്ചട്ട അണിഞ്ഞു, യുദ്ധത്തിന് തയ്യാറായി. തന്റെ ദുൽഫുക്കാറിന്റെ വാള് ഒന്നിങ്ങനെ എടുത്തു നോക്കി. വാളിനോട് പറയാ, യാ ദുൽഫുക്കാർ, ഇന്നത്തെ ദിവസം നിനക്കുള്ളതാണ്. ദുൽദുൽ കുതിരയുടെ അടുത്ത് പോയിട്ട് കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ തടയിക്കൊണ്ട് പറഞ്ഞു, യാ ദുൽദുൽ, ഇന്ന് നിന്റെ ഒരു കളി പടർക്കളത്തിൽ കാണാനുണ്ട്, കാണിച്ചു കൊടുക്കണം നമുക്ക്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വാള് ദുൽദുൽ കുതിരയുടെ മുകളിലേക്ക് ചാടി കയറിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു വാളിങ്ങനെ വെളിച്ചൂരി പുറപ്പെടാൻ ഒരുങ്ങുമ്പോ പിന്നിൽ നിന്നും സ്വഹാബികൾ പറഞ്ഞു, അലി, എന്താണ് നിങ്ങൾ അവിവേകം കാണിക്കുന്നത്? നിങ്ങൾ ഒറ്റക്കാണോ പോകുന്നത്? മിണ്ടരുത്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് നിങ്ങളുടെ നേതാവ്, മിണ്ടിപ്പോവരുത്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പടർക്കളത്തിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ കുതിരപ്പുറത്ത് നിന്നിട്ട് വിളിക്കുക, യാ മുറഹിബ്, യാ മുറഹിബ്, നിങ്ങളല്ലേ എന്നെയും റസൂലിനെയും കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത്? നിങ്ങൾ വാ, ഞാനിതിവിടെ വന്നിട്ടുണ്ട്, എന്നെ കൊല്ലാനുള്ള അവസരമാണ്, നിങ്ങൾ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മുറഹിബിനെ വിളിച്ചപ്പോ മുറഹിബ് ആകെ ഒന്ന് ബേക്കോട്ടേക്ക്. മുറഹിബ് ഇങ്ങനെ ചുറ്റും നോക്കി, ആരും പോകാൻ തയ്യാറില്ല, പേടി എല്ലാവർക്കും. അവസാനം മുറഹിബ് തന്ത്രം ഉപയോഗിച്ചു. മുറഹിബ് മുറത്ത് ബിൻ മർവാൻ സർവ്വ സൈന്യാധിപനായ മുറത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുറ, നിങ്ങളാണ് ഇന്ന് പോവേണ്ടത്. അല്ലല്ലോ അലിയെ, അല്ല രാജാവേ, അലി വിളിച്ചത് നിങ്ങളെയല്ലേ? അല്ല, നിങ്ങളാണ് പോവേണ്ടത്. ഞാൻ പോയ യുദ്ധം തീർന്നു,
തന്ത്രപരമായ രീതിയിൽ മുറത്ത് ബിൻ മർവാൻ യുദ്ധക്കളത്തിലേക്ക് വിടുകയാണ്. അങ്ങനെ മുറത്ത് ബിൻ മർവാൻ യുദ്ധത്തിലെത്തി. യാ അലി, എന്താണ് നിന്റെ ഉദ്ദേശം? നിന്റെ വരവ് കണ്ടപ്പോ വലിയ കോളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, വലിയ വർത്താനൊന്നുമാണോ? യാ മുറ, മുറയായാലും മതി, ഞാൻ വിളിച്ചത് മുറഹിബിനെയാ. മുറയും മുറഹിബും കൂടിയല്ലേ എന്നെയും റസൂലുള്ളാഹിനെയും കൊല്ലാനെ ആളെ വിട്ടത്? മുറയായാലും മതി. അങ്ങനെ മുറയും തമ്മിൽ യുദ്ധം തുടങ്ങി. മുറ ഒരു വെട്ടി റസൂലുള്ളാഹിനെ അലി റളിയല്ലാഹു അൻഹു ആഞ്ഞു വെട്ടി. അലി റളിയല്ലാഹു അൻഹു പരിച കൊണ്ട് തടുക്കല. വീണ്ടും അതെടുത്ത് മുറ വീണ്ടും വെട്ടി, അതും തടുത്തു. രണ്ട് വെട്ടിയപ്പോ അത് തടുത്തു. മൂന്നാമത് അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ വെട്ട്. മുറയും അലി റളിയല്ലാഹു അൻഹു പരസ്പരം ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഒറ്റ വെട്ടിയതോടുകൂടി മുറയുടെ കൈയങ്ങറ്റ് താഴേക്ക് വീണു. കൈയും വാളും താഴേക്ക് വീണു. മറ്റൊന്നും അലി റളിയല്ലാഹു അൻഹു നോക്കി. അവസാനം മുറയുടെ കഴുത്ത് ഛേദിച്ചുകൊണ്ട് മുറ ഈ ലോകത്തോട് വിട പറഞ്ഞു. ശേഷം അലി റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ, യാ മുറഹിബ്, എന്താണ് നിന്റെ ഉദ്ദേശം? നീ എന്തിനാ നിരപരാധികളെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? നിന്നെയാണ് എനിക്ക് വേണ്ടത്, നീ വരൂ. വീണ്ടും മുറഹിബ് ഇങ്ങനെ നോക്കി. ആരെയാ പറഞ്ഞേക്കാൻ പറ്റുക? സൈന്യാധിപന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു സൈന്യാധിപനുണ്ട്, അന്തർ. അന്തർ വന്ന്, എന്താ രാജാവേ, അടുത്തത് നിങ്ങളാണ് പോവേണ്ടത്. അല്ലല്ല, നിങ്ങളെയല്ലേ വിളിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ അയക്കുന്നത്? അല്ലല്ല, നിങ്ങള് വലിയ കരുത്തുള്ള ആളാണ്. അലിയെ നിങ്ങൾക്ക് കൊന്നാൽ നാളെ ഈ ലോകത്ത് ഏറ്റവും വലിയ വ്യക്തി നിങ്ങളാണെന്ന് പറഞ്ഞ് നന്നായി തിരികാറ്റി കൊടുത്തിട്ടുണ്ട്. അന്തരനെ യുദ്ധക്കളത്തിലേക്ക് വിട്ടു. പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ അതിഥി ത്വൽഹത്ത് വഹബി അവറുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്ത് അന്തർ പടക്കളത്തിലേക്ക് ഇറങ്ങി വന്നു. അന്തർ ഇറങ്ങി വന്നിട്ട് കൂടുതലൊന്നും യുദ്ധം ചെയ്യാൻ നിന്നില്ല. യുദ്ധം തുടങ്ങിയ ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു അന്തറിനെ തീരുമാനമാക്കി. തൊട്ട് വീണ്ടും റസൂലുള്ളാഹി വിളിച്ചു, യാ മുറഹിബ്. ഇല്ല, മുറഹിബിന് അനക്കമില്ല. മുറഹിബ് അടുത്തത് അയക്കുന്നത് ചെറുപ്പക്കാരനായ അൻകഫൂഫിനെയാണ്. അൻകഫൂഫ് വരുന്നത് ഒരു സാധാരണ നമ്മുടെ ഈ വണ്ടി, സാധാരണ കാറെല്ലാം അടിച്ചിട്ടുണ്ട്, നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് സംഭവമാക്കി മാറ്റല്. അതുപോലെ ഒരു പ്രത്യേക വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് വരുന്നത്. ഈ വണ്ടി എന്ന് പറയുന്നത് മുഴുവൻ പടച്ചട്ടയാണ്. ഒരു വെടി പോലും ഇതിലേക്ക് കയറാത്ത വിധത്തിൽ, ഒരു വെട്ടുപോലും ഏൽക്കാത്ത വിധത്തിലുള്ള വാഹനത്തിലാണ് അൻകഫൂഫ് വരുന്നത്. അൻകഫൂഫ് വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് പോയി. അവിടെ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ, തന്റെ ദുൽദുൽ കുതിരയിൽ നിന്ന് നേരെ ചാടി താഴേക്ക് ചാടിയിട്ട് പടച്ചട്ട അവിടെ ഊരി വെച്ചു. പടച്ചട്ട അവിടെ ഊരി വെച്ചിട്ട് കയ്യിലുള്ളത് വാളാണ്. ദുൽഫുകാരന്റെ വാള്
അവിടെ ഭൂമിയിലേക്ക് അവിടെ കുത്തിത്താഴ്ത്തി. എന്നിട്ട് നടന്നടുക്കുകയാണ്. പിറകിൽ നിന്ന് സഹാബികൾ ഇങ്ങനെ പേടിക്കുക. യാ അലി, അവിവേകമൊന്നും ചെയ്യല്ലേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ആ സമയത്തുള്ളത് ഔറത്ത് മറക്കാൻ പാകത്തിൽ മാത്രമുള്ള ഒരു വസ്ത്രമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അടുത്തേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയിട്ട് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ഈ വാഹനത്തിന്റെ പുറത്താണ് അലി റളിയല്ലാഹു അൻഹു ഉള്ളത്. അങ്കഫൂഫ് ആകെ ഈ ലോകം അവസാനിക്കുന്ന പോലെ അങ്കഫൂഫിന് തോന്നിപ്പോയി. ഒന്നും കാണുന്നില്ല, അലിയെ അവിടെ കാണാനില്ല. ഒട്ടാകെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അലി താഴേക്ക് ചാടിയിട്ട് ആ കുതിരയുടെ പടക്കളം തന്നിലടുക്കുന്ന ചാഞ്ചാടി ഇരുവരും പട തുടങ്ങി. ധീരമായി കുതുകുലം മത തുടങ്ങി. ചാടിക്കൊണ്ടവർ പടക്കളം തന്നിലടുക്കുന്ന ചാഞ്ചാടി ഇരുവരും പട തുടങ്ങി. ധീരമായി കുതുകുലം മത തുടങ്ങി. വെട്ടുകൾ കുട്ടുകൾ തമ്മിൽ ചോര നീട്ടി മുറിച്ചിടുവാൻ ബഹുചോര കാട്ടണ ധീരത കണ്ടത നേരാ. ക്രോധം കയറുന്നേ, നേരിട്ട് മല പോലെ അവർ വീഴുന്നേ. ചാലിട്ട് ചൂടു രക്തം കളത്തിൽ നിന്നൊഴുകുന്ന രാജന മുറകിബിൻ മനം ഞെട്ടുന്നേ. ക്രോധം കയറുന്നേ, നേരിട്ട് മല പോലെ അവർ വീഴുന്നേ. ചാടിക്കൊണ്ടവർ പടക്കളം തന്നിലടുക്കുന്ന ചാഞ്ചാടി ഇരുവരും പട തുടങ്ങി. ധീരമായി കുതുകുലം മത തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിരുന്നു? അലി റളിയല്ലാഹു അൻഹു മേലെ നിന്ന് നേരെ കുതിരക്ക് തൊട്ട് മുമ്പിൽ ചാടി. ഈ ചങ്ങായിക്ക് സൈഡിൽ കൂടി നോക്കുന്ന മാത്രമേ മുമ്പിലുള്ളത് കാണാൻ പറ്റൂല. കാരണം അങ്ങനത്തെ ഒരു ആയുധം ശരീരത്തിൽ അങ്കി അണിഞ്ഞിട്ടുണ്ട്, വാഹനവും അങ്ങനെ തന്നെ. അലി റളിയല്ലാഹു അൻഹു കുതിരയുടെ അടുത്ത് പോയി കുതിരയുടെ രണ്ട് കാലും ഇങ്ങനെ വാരി പിടിച്ച് ഒരൊറ്റ ചാട്ടം. കുതിര വേറെ, അങ്കഫൂഫും അദ്ദേഹത്തിന്റെ വാഹനവും വേറെ പോയി. പിന്നെ അവിടെ നടക്കുന്നത് അലി റളിയല്ലാഹു അൻഹു പാഞ്ഞുകൊണ്ട് ദുൽഫുക്കാരന്റെ വാളുകൾ എടുത്തുകൊണ്ട് യുദ്ധം തുടങ്ങി. പരസ്പരം ഏറ്റുകൂട്ടി മണിക്കൂറുകളോളം എന്നാണ് ചരിത്രം. മണിക്കൂറുകളോളം. അങ്കഫൂഫ് ചെറുപ്പക്കാരനാണ്. മണിക്കൂറുകളോളം ഏറ്റുമുട്ടി. ഷുഹൈബെ സമയം കാണിക്കണ്ട, ഇപ്പൊ അവസാനിക്കും. മണിക്കൂറുകളോളം ഏറ്റുമുട്ടിയിട്ട് അവസാനം അങ്കഫൂഫും ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ് മുറഹിബ് രാജാവിനെ. യാ മുറഹിബ്, നിങ്ങൾ അയച്ച ഓരോരുത്തരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഇനി വരേണ്ടത് നിങ്ങളാണ്. ആ സമയത്ത് മുറഹിബ് ഗത്യന്തരമില്ലാതെ ഇറങ്ങാൻ. പക്ഷെ മുറഹിബ് തന്ത്രപരമായ രീതിയിലാണ് ഇറങ്ങിയത്. ഒന്ന് രണ്ടാളുകളെ പിറകിലൂടെ ഇറക്കി. ഇത് റസൂലുള്ള തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. റസൂലുള്ള തിരിച്ചറിഞ്ഞിട്ട് റസൂലുള്ള കണ്ടില്ലാത്ത ഭാവത്തിൽ ഇങ്ങനെ പോകും. പിറകിൽ നിന്ന് സഹാബികൾ ഇങ്ങനെ വിളിച്ചു പറയും, യാ റസൂലല്ലാഹ്, യാ അലി, യാ അലി, ശ്രദ്ധിക്കണേ യാ അലി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള നേരത്തെ അവർക്ക് സഹാബികൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്റെ അലിയെ അള്ളാഹു സഹായിക്കുമെന്ന്. ആ ഒരു ഉറപ്പിലാണ് അലി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുറഹിബ് രാജാവ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് മുറഹിബ് ചോദിച്ചു അലിയോട്, യാ അലി, 4 പേരെയല്ലേ നീ ഒന്ന് തള്ളിയത്? എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ. നീ തളർന്നിട്ടുണ്ട്. മണിക്കൂറുകളായി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു. നീ ഇവിടെ തളർന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കൊന്നു തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മുറഹിബ് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട്, എന്താണ് നിങ്ങൾ പറയുന്നത്? ദുൽദുൽ കുതിരാട്ടക്കിട്ടക്ക് താളത്തിൽ ചേരിപ്പായലും ദുൽഫുക്കാർ വീശി ഹൈദനും ജൽജൽ വരുത്തി പോർനിലും. ദുൽഫുക്കാർ വീശി ഹൈദറും ജൽജൽ വരുത്തി പോർനിലും. ദുൽദുൽ കുതിരാട്ടക്കിട്ടക്ക് താളത്തിൽ ചേരിപ്പായലും ദുൽഫുക്കാർ വീശി ഹൈദറും ജൽജൽ വരുത്തി പോർനിലും. ദുൽഫുക്കാർ വീശി ഹൈദറും ജൽജൽ വരുത്തി പോർനിലും. മനസമിൽ സന്താപമേ ഹൈദറെന്നുള്ള സ്ഥാനമേ, മനസമിൽ സന്താപമേ
ഹൈദറെന്നുള്ള സ്ഥാനമേ ഭംഗിച്ച പൊങ്ങും ധീരരെ ബദറിൽ പോരാടി വീരരെ ഭംഗിച്ച പൊങ്ങും ധീരരെ ബദറിൽ പോരാടി വീരരെ ദുൽദുൽ കുതിര ദുൽദുൽ കുതിര ദുൽദുൽ കുതിര ടക്ക് 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 താളത്തിൽ ചീരിപ്പായലും ദുൽഫുഖർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർദിനം ദുൽഫുഖർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർദിനം ദുൽദുൽ കുതിര ടക്ക് ടക്ക് താളത്തിൽ ചീരിപ്പായലും ദുൽഫുഖർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർദിനം ദുൽഫുഖർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർദിനം. മുറഹിബ് വന്നിട്ട് ഇത് പറഞ്ഞപ്പോ അലി ഒരൊറ്റ ചിരിയ. യാ മുറഹിബ്, ഞാൻ വന്നത് എന്റെ പിറകിൽ ഒരാളുണ്ട്, എന്നെ പ്രവാചകൻ അയച്ചതാണ്, ഞാൻ തളരാൻ വേണ്ടി വന്നതല്ല. മുറഹിബ് ഇതങ്ങ് കേട്ടപ്പോ മുറഹിബ് ഒരൊറ്റ വെട്ട് അലി റളിയല്ലാഹു അൻഹു തടുത്തു. 3 വെട്ട് വെട്ടിയപ്പോ വെട്ടിന്റെ കനം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിച അങ്ങനെ നേരെ പകുതി പിളർന്നു പോയി. പരിചയില്ലാതെയാണ് അലി നിൽക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളത് ദുൽഫുഖാറിന്റെ വാള് മാത്രം. വെട്ടിയാൽ തടുക്കാൻ യാതൊരു മാർഗവും അലിക്കില്ല. വാള് കൊണ്ട് തടുത്താൽ വാള് പൊട്ടിപ്പോകും. ആകെ പരിഭ്രാന്തരായി നിൽക്കുകയാണ് അലി. ആലോചിക്കുകയാണ് തന്ത്രപരമായ രീതിയിൽ ഇതെങ്ങനെ നേരിടാനും കഴിയുമെന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ, പിറകിലേക്ക് ഈ മുറഹിബ് ആഞ്ഞു വെട്ടിയ സമയത്ത് ഒഴിഞ്ഞു മാറിയിട്ട് അടുത്ത വെട്ടിന്റെ സമയത്തേക്ക് അലി റളിയല്ലാഹു അൻഹു പിറകിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈ ഹൈബറിന്റെ കോട്ടയുടെ ഏറ്റവും മെയിൻ വാതിൽ, അതായത് 40 ആളുകൾ തള്ളി തുറക്കുന്ന വാതിൽ എന്നാണ് ചരിത്രം. ആ വാതിലിന്റെ അടുത്ത് പോയി അവിടെ നിന്നു. അപ്പൊ മുറഹിബ് എന്താണ്, പരിചയമൊന്നും ഇവന്റെ കയ്യിലില്ല, പിന്മാറുന്ന കാണുന്നില്ലല്ലോ, എന്താണ് ഇവന്റെ ഉദ്ദേശം? വളരെ ആവേശത്തോടു കൂടി, കാരണം അലിയുടെ കാര്യം തീരുമാനമായില്ലേ, ഞാൻ രക്ഷപ്പെട്ടില്ലേ എന്ന് മുറഹിബ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മുറഹിബ് തന്റെ വാള് ആഞ്ഞു വീശി ഒരൊറ്റ വെട്ട അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ, അലി റളിയല്ലാഹു അൻഹു ഈ കോട്ടയുടെ വാതിൽ ഒറ്റ പിടിച്ചിട്ട് അത് പറിച്ചെടുത്തിട്ട് അത് മറിച്ച് മുറഹിബിന്റെ മുകളിലേക്ക് ഇട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. മുറഹിബിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് മുറഹിബ് ഓടി രക്ഷപ്പെടാൻ നോക്കിയാണ്. ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവസാനം തലയുടെ ഭാഗം മാത്രം പുറത്ത്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്നു, യുദ്ധം ജയിച്ച പ്രതീതിയിൽ ഇങ്ങനെ നിന്നു. യാ മുറഹിബ്, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ മുറഹിബ് പറയും, ഇനി എന്ത് വേണോനാ, തലയാ എടുക്കൂന്ന് ഇനി വെച്ച തല മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ അകത്താ ഉള്ളത്. ആ സമയത്ത് ഒന്നും നോക്കിയില്ല. അലി റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് അവസാനം കുറിക്കുകയാണ്. ഒരൊറ്റ വെട്ടോടുകൂടി മുറഹിബിന്റെ തലയെടുത്ത സമയത്ത് മുഴുവൻ ഹൈബറുകാരും ഓടുകയാണ്. ഓടുന്ന സമയത്ത് പ്രവാചകൻ വിളിച്ചു, യാ ഹൈബറുകാർ, എല്ലാവരും വരണം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഹൈബറുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ വെറുതെ വിട്ടാൽ മതി എന്ന് ഹൈബറുകാർ പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, സ്നേഹം കൊണ്ട് അടയാളപ്പെടുത്തിയ, സ്നേഹം കൊണ്ട് മാതൃക തീർത്ത പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഓടണ്ട, നിങ്ങളെ ജീവനും അപഹരിക്കില്ല, നിങ്ങളുടെ സ്വത്തിന്റെ ഒരു വിഹിതം മദീനക്കാർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ യുദ്ധം അവിടെ അവസാനിപ്പിക്കുക എന്ന് പ്രിയപ്പെട്ടവരെ ചെയ്തത്. ഈ സമയം അത്രയും ഖൈബർ യുദ്ധ ചരിത്രം കേട്ട അറിഞ്ഞ നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട്, ചരിത്രമാണ്, തെറ്റുകൾ ഒരുപാടുണ്ടായേക്കാം, ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി തരുമെന്ന ബോധ്യത്തോടു കൂടി അവസരം നൽകിയ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റൊരു പരിപാടിക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. അല്ലാഹു തആല നമ്മയൊക്കെ ഈ കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.